Praise the Lord. Glory to God. Hallelujah. ഇന്ന് പൽക്കാലം ദൈവസന്നിധിയിൽ കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത കർത്താവായ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ കോൺഫറൻസിന്റെ രണ്ടാമത്തെ പകൽക്കാലത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വളരെ ശക്തിയോട് നമ്മൾ ഇടപെട്ടു. ദൈവം നമ്മോട് വളരെ ശക്തിയോട് നമ്മോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മൾ ഇടപെടുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. Praise the Lord. Hallelujah. Glory to God. I need a little bit cooperation from you this morning. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഈ അടുത്ത 30 മിനിറ്റ് കൊണ്ട് കർത്താവിന്റെ സ്തോത്രം എന്റെ മെയിൻ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു ദൈവഭക്തിയുടെ മർമ്മം ആണ്. ഇതൊരു മർമ്മമാണ് എന്ന് മനസ്സിലാക്കുന്നു. കർത്താവിന്റെ സ്തോത്രം ഇതൊരു മർമ്മമാണെങ്കിൽ ഇതൊരു മർമ്മമാണെങ്കിൽ മർമ്മമായി മാത്രം ഇന്ന് നിലനിൽക്കുന്നുവെങ്കിൽ അതെന്ത് ചെയ്യണമെന്ന് വെളിപ്പെട്ടു വേണം. If it is a mystery that has to be revealed today. Praise the Lord. Hallelujah. Praise the Lord. ദൈവത്തിന് വേണം പറയുന്നു ഏറ്റവും വളരെ പ്രയോജനമുള്ള സംഗതിയാണ്. My topic is godliness. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പോൽക്കാലം കർത്താവിന് സ്തോത്രം ഈ ഒരു തീമുമായി ഒരു ടോപ്പിക്കുമായി നിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം നൽകി തന്ന ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ തീം തെരഞ്ഞെടുത്ത് കർത്താവിന്റെ ദാസന്മാരാക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. എന്നെ വളരെ ചിന്തിപ്പിക്കുകയും എന്നെ വളരെ ആലോചിപ്പിക്കുകയും ചെയ്ത ഒരു വിഷയമാണ് ദൈവഭക്തി എന്നുള്ളത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വിഷയമാണ് എങ്കിലും പലപ്പോഴും കാണുവാൻ കൊണ്ട് കഴിയുന്ന ഒരു സംഗതിയാണ് ദൈവഭക്തി. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഒരു പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു കർത്താവിന്റെ സ്തോത്രം ദൈവഭക്തി എന്നുള്ളത് കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്നലെ മ്യൂസിയത്തിനെങ്ങാനും പോയി കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ കാണേണ്ട ഒരു വിഷയമായി തീരുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. It has become almost like an extinct thing. കർത്താവിന്റെ സ്തോത്രം. It has become almost like a thing of the past. കർത്താവിന്റെ സ്തോത്രം. കഴിഞ്ഞ കാലയളവിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ സ്തോത്രം കഴിഞ്ഞ അളവിൽ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന കർത്താവിന്റെ സ്തോത്രം ഒരു പ്രത്യേകത കർത്താവിന്റെ സ്തോത്രം ദൈവഭക്തി എന്നുള്ളതായിരുന്നു. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സ്തോത്രം എത്രമാത്രം ദൈവഭക്തി ഉണ്ട് എന്ന് ഇന്ന് പോൽക്കാലം നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിൻ്റെതായുള്ള പരിശുദ്ധാത്മാവ് നമ്മളിൽ അത് കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ വളരെ ഗൗരവമായി നമ്മുടെ ജീവിതത്തിൽ ദൈവം അതിനുള്ള കഴിയും. Hallelujah. Praise the Lord. Hallelujah. Godliness has become almost like a forgotten Christian virtue. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ ക്രിസ്തീയ സവിശേഷതകളിൽ ഒന്നായിട്ടുള്ള ഒന്നാണ് കർത്താവിന്റെ സ്തോത്രം ദൈവഭക്തി എന്നുള്ളത്. എന്നാൽ അത് കർത്താവിന്റെ സ്തോത്രം അത് പോയിരിക്കുന്ന അനുഭവമാണ് ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഓരോരുത്തരും കാണുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രിയിലും ഇന്ന് പകൽക്കാലവും കർത്താവിന്റെ ദാസൻ പറഞ്ഞത് ദാവീദ് പറയുകയാണ് കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു.
കർത്താവിന്റെ സ്തോത്രം. ദാവീദിന്റെ പ്രാർത്ഥന, കർത്താവേ രക്ഷിക്കണമേ, സേവ് us. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ, എന്താവശ്യമാണ്? ദൈവഭക്തി ആവശ്യമാണ്. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. അത് മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. കർത്താവേ രക്ഷിക്കണമേ, കർത്താവേ ഞങ്ങളുടെ സഭയെ രക്ഷിക്കുമാറാകണമേ, കർത്താവേ ഞങ്ങളുടെ ദൈവദാസന്മാരെ രക്ഷിക്കുമാറാകണമേ, കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങൾ ഓരോരുത്തരെ രക്ഷിക്കുമാറാകണമേ. കർത്താവേ സ്തോത്രം, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവഭക്തി വർദ്ധിച്ചു വരട്ടെ. കർത്താവിന്റെ സ്തോത്രം. പ്രാരംഭമായിട്ട് കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ഒരു വാക്കുകൂടെ ഞാൻ പറയാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിന്റെ സ്തോത്രം, ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചത്, കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം നമ്മളെ വിളിച്ചത് കർത്താവിന്റെ സ്തോത്രം ദൈവഭക്തിക്ക് വേണ്ടിയാണ്. കർത്താവിന്റെ സ്തോത്രം, ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത് കർത്താവിന്റെ സ്തോത്രം ദൈവീയ വിശുദ്ധിക്ക് വേണ്ടിയാണ്. ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചത് ദൈവഭക്തിക്ക് വേണ്ടിയാണ്. God has chosen us, God has separated us, God has elected us for one purpose, to be godly in the presence of God. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് ഈ കോൺഫറൻസ് കഴിഞ്ഞു പോകുമ്പോൾ കർത്താവിന്റെ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തി വർദ്ധിച്ചു വരണം. കർത്താവിന്റെ ദൈവഭക്തിയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലണം. ഈ നാളുകളിൽ ആ ദൈവഭക്തിയുടെ മർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനമായി തീരണം. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു കാര്യം വളരെ ശക്തമായി പറയുവാൻ താല്പര്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവ് നമ്മുടെ സഭകൾ ശോഷിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾ ആത്മീയ സമ്മതമായി ശോഷിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ആത്മീയമായി ശോഷിച്ചിരിക്കുന്നത്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ ദൈവഭക്തിയുടെ അഭാവമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. The only reason is because of the absence of godliness in our community, in our churches, in our personal life. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. പേരിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ നേരിൽ ക്രിസ്ത്യാനികളാകണം. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. വെറും പേര് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഭക്തന്മാരായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ ചിലരുടെയും പേരുകള് ഗോഡ്ലി എന്നൊക്കെയും ഞാൻ കേട്ടിട്ടുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, there is no quality of godliness in their life. അതുപോലെയല്ല കർത്താവിന്റെ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ദൈവിക സംബന്ധമായി ദൈവഭക്തിയിൽ നമ്മൾ വർദ്ധിച്ചു വരണം എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം കർത്താവ് എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. കർത്താവ് പ്രാരംഭമായിട്ട് ഞാൻ ഇത് തന്നെ പറയട്ടെ. ദൈവസന്നിധിയിൽ കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു പ്രോഗ്രാം വാച്ച് ചെയ്തപ്പോൾ ഒരു കത്തോലിക്ക സമുദായത്തിൽ പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതുപോലെ ഫാമിലി കോൺഫറൻസ് നടത്തുന്ന ആളാണ്. കേരളത്തിൽ അനേക പാട്ടുകളും മൂവി ഇൻഡസ്ട്രിയിലൊക്കെയും അദ്ദേഹം പാട്ടുകൾ രചിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ഫാമിലി കോൺഫറൻസ് നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു ധ്യാനത്തിന് പോയ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ ചിത്രീകരിക്കുന്നതിനിടയായി തീർന്നു. ഒരു പള്ളിയിൽ ഇതുപോലെ ധ്യാനത്തിന് കടന്നുപോയപ്പോൾ സാധാരണ ഉള്ളതുപോലെ സമയത്തിന് എല്ലാവരും എത്തിയിട്ടുള്ള 10-12 സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചേർത്തിമാർ, അദ്ദേഹം ചേർത്തിമാരെന്നാ പറഞ്ഞത്, അദ്ദേഹം 10-12 ചേർത്തിമാർ ഇതുപോലെ ഇരുന്ന് അവരെ ഇങ്ങനെ കൊന്ത ചെല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അദ്ദേഹം അവരോടുകൂടെ ചേർന്നു ഇങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഈ സഹോദരിമാർ അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ ഈ പാപത്തിന്റെ ചുക്കിലി വല അങ്ങൊന്ന് മായ്ച്ചു കളയണമേ എന്ന് പറയുന്നതിനിടയായി അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ, ഞങ്ങളുടെ പാപത്തിന്റെ ചുക്കിലി വല ഒന്ന് മായ്ച്ചു കളയണമേ എന്ന് അദ്ദേഹം അതിനുശേഷം എന്ന് പറഞ്ഞു, ഞാൻ അടുത്ത വാക്ക് ഞാൻ ഞങ്ങളെ സഹായിക്കും, ഞാൻ അടുത്ത പ്രാർത്ഥന ഞാൻ ചെല്ലാന്ന് പറഞ്ഞു. കർത്താവേ, ഈ 8 കാലിയെല്ലാം ഒന്ന് കൊന്നു കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറയുന്നതിനിടയായി തീർന്നു. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ കർത്താവ് നടക്കുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് വേണ്ടത്? കർത്താവിന്റെ സ്തോത്രം, ഈ ചുക്കിലി വലയൊക്കെ ഒന്ന് മായ്ക്കണം. പക്ഷെ 8 കാലിയെ കൊല്ലുവാൻ നമുക്ക് താല്പര്യമില്ല. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് 8 കാലി മരിച്ചെങ്കിൽ മാത്രമേ ചുക്കിലി വല മാറത്തുള്ളൂ എന്നതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? How many of you understood what I said? കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ പ്രൈസ് സാധാരണക്കാർ പറയാറുള്ളത് പോലെ കർത്താവിന്റെ സ്തോത്രം, വഞ്ചി എപ്പോഴും എവിടെയാണ് ആൻഡ്രൂസ് പാസ്റ്റർ കിട്ടിയിട്ടിരിക്കുക. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. തിരുനക്കരത്തിൽ നിൽക്കുകയാണ് ദൈവസന്നിധിയിൽ. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെയല്ല, കർത്താവിന്റെ സ്തോത്രം, we need to make a progression,
we need to make an upward mobility towards holiness, towards godliness. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ നമുക്കൊന്ന് ദൈവത്തിന്റെ സ്തോത്രം ഇവിടെ കിട്ടിയിട്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഈ ചുക്കിരിവലയൊക്കെ കർത്താവിന്റെ സ്തോത്രം എട്ടുകാലിയൊക്കെ കൊന്നിട്ട് നമ്മുടെ ദൈവസന്നിധിയിൽ കർത്താവിന്റെ സ്തോത്രം വിശുദ്ധിയിലേക്ക് മുന്നേറുവാൻ, ദൈവഭക്തിയിലേക്ക് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നപോലെ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. ഒരു ഭക്തന്റെ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ, ഒരു സുവിശേഷന്റെ ജീവിതത്തിൽ ഏറ്റവും കിട്ടാവുന്നതിലേക്ക് ഏറ്റവും വലിയ കർത്താവിന്റെ ഒരു പദവിയാണ് അവൻ ഒരു ദൈവഭക്തനായി തീരുക എന്നുള്ളത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. The greatest quality, the greatest, hallelujah, praise the Lord, contribution, the greatest, hallelujah, praise the Lord, hallelujah, praise the Lord, accolade a person can have is that he is a godly person. കർത്താവിന്റെ സ്തോത്രം. ഇതുപോലെ കാലം നമ്മൾ ചിന്തിക്കണം. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന്റെ എസൻസ്, അതിന്റെ അന്തസത്ത എന്ന് പറയുന്നത് കർത്താവിന്റെ സ്തോത്രം ഗോഡ്ലിനെസ് ആണ് എന്നതുപോലെ കാലം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കർത്താവിന്റെ സ്തോത്രം നമ്മൾ പേരിൽ മാത്രമല്ല, കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ, the essence of our life, the essence of our pilgrimage in this world, കർത്താവിന്റെ സ്തോത്രം ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം അത് ഗോഡ്ലിനെസ് ആണ് എന്നതുപോലെ കാലം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കർത്താവിന്റെ it is not an option. We don't have an option not to be godly. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. ദൈവഭക്തി ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നതുപോലെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ പലരും കേട്ടിട്ടുണ്ട് കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ, ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ട് കർത്താവിന്റെ സ്തോത്രം, ഞാൻ പെന്തക്കോസ്താൻ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, എനിക്ക് ചെയ്യാൻ അതൊക്കത്തില്ല എന്ന്, അത് ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം, ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധിക്ക് വേണ്ടി. ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത് ദൈവഭക്തിക്ക് വേണ്ടി. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവഭക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ സ്തോത്രം. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ സങ്കീർത്തനം 4:3 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, the Lord has set apart godly for himself. കർത്താവിന്റെ സ്തോത്രം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവീൻ. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. യഹോവ ആരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ആരാണ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്? യഹോവയാണ്. കർത്താവിന്റെ സ്തോത്രം. യഹോവയെ വിളിക്കപ്പെട്ടവർ എത്ര പേരുണ്ട് ഇവിടെ? കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തിരിച്ചറിയപ്പെടേണ്ട ഒരു സവിശേഷതയാണ് ദൈവഭക്തി എന്നുള്ളത്. കർത്താവിന്റെ സ്തോത്രം. It is an identifying quality. It is a unique quality that we all must possess in our life. നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ദൈവഭക്തി എന്നുള്ളത്. That should be part and parcel of our life. That should be an integral part of our life. നമ്മുടെ ജീവിതത്തിന്റെ കർത്താവിന്റെ എസൻസ് ആയിരിക്കണം ദൈവഭക്തി എന്നുള്ളത്. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സഭകൾ why are our churches unhealthy? Why our life is not powerful, not being productive? കർത്താവിന്റെ സ്തോത്രം, അത് ദൈവഭക്തി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തി നടക്കാത്തത്? എന്തുകൊണ്ടാണ് സഭകൾ വളരാത്തത്? കാരണം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ സ്തോത്രം ദൈവഭക്തിയുടെ അഭാവം മാത്രമാണ്. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിൽ കർത്താവിന്റെ സ്തോത്രം ദൈവഭക്തിയുടെ ഉദാഹരണത്തെ കുറിച്ച് പലതും കേൾക്കുന്നിടയായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സ്തോത്രം വളരെ ചുരുക്കമായി ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. യോസേഫിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ദൈവത്തിന്റെ. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. We all know about Joseph. ജോസഫ് പോത്തിഫറിന്റെ ഭവനത്തിൽ ആയിരുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ശ്രമിക്കുകയാണ്. I invite, imagine Potiphar's, Joseph in Potiphar's house. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. പോത്തിഫറിന് കർത്താവിന്റെ സ്തോത്രം തന്റെ ജീവിതത്തിൽ ആ ഭവനത്തിൽ എല്ലാ ഫ്രീഡവും ഉണ്ടായിരുന്നു. He had all the freedom that he needed in that house. He had everything that he needed. എല്ലാം പോത്തിഫറിന്റെ ജോസഫിന് പോത്തിഫറിന്റെ ഭവനത്തിൽ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ, കർത്താവ് പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ യോസഫിനോടുണ്ടായ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ ആ സെക്ഷുവൽ ഡിസയർ,
കർത്താവിന്റെ സ്തോത്രം ഒന്ന് ചിന്തിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. അപ്രകാരമുള്ള ഒരു ടെംപ്റ്റേഷൻ, അപ്രകാരമുള്ള ഒരു കർത്താവിന്റെ സ്തോത്രം ചിന്താഗതി, അപ്രകാരമുള്ള കർത്താവിന്റെ സ്തോത്രം ഒരു സിറ്റുവേഷൻ തന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ, യോസഫ് രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയാണ്. ഹൗ ക്യാൻ ഐ ഡു ദിസ് ടു പോത്തിഫർ? കർത്താവ്, എനിക്ക് പോത്തിഫറിനോട് ഇപ്രകാരമുള്ള ഒരു പാപം ചെയ്യുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? കർത്താവ്, ഹൗ ക്യാൻ ഐ ഡു ദിസ് ടു ദ ലോർഡ് ഹു കോൾഡ് മീ? കർത്താവ് എന്നെ വിളിച്ച് കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ എനിക്ക് പ്രത്യേകമായിട്ട് അനുഗ്രഹം നൽകി തന്ന ഈ ദൈവത്തോട് എനിക്ക് എപ്രകാരമാണ് ഇത് ചെയ്യുവാൻ കൊണ്ട് കഴിയുന്നത്? കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവിന്റെ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വലിയ ടെംപ്റ്റേഷൻസ് കടന്നു വരുമ്പോൾ, hallelujah, praise the Lord, you have to ask this question: how can I do this to my husband? How can I do this to my wife? How can I do this to my brother? How can I do this to my pastor? How can I do this to my nation? Hallelujah, praise the Lord. എനിക്ക് എപ്രകാരമാണ് ഇത് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുന്നത്? കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് രണ്ടാമത്തെ ചോദ്യം, how can I do this to my Lord? എന്നെ വീണ്ടെടുത്ത് എന്നെ രക്ഷിച്ച് തന്റെ പ്രിയ മകനാക്കി മകളാക്കി വെച്ച ഈ ദൈവത്തോട് എനിക്ക് എപ്രകാരമാണ് ഇങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം കഴിയുന്നത്? Hallelujah, praise the Lord, hallelujah. These two questions should always be in our mind. Hallelujah. What did Joseph do? Hallelujah, he fled away. അവൻ ഓടി. Hallelujah, praise the Lord. ഓടിയെന്ന് ദൈവത്തിന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ, we need to flee, hallelujah, flee away from ungodliness. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. ഭക്തിയിൽ നിന്ന്, കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ, അശുദ്ധിയിൽ നിന്ന് നമ്മൾ ഓടി മാറണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവഭക്തിക്ക് വേണ്ടി ദൈവസന്നിധി നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, glory to God, hallelujah. കർത്താവിന്റെ മഹത്വം. What is, hallelujah, praise the Lord, what is the enemy of, hallelujah, godliness? Hallelujah, praise the Lord. 21ാം നൂറ്റാണ്ടിൽ ആയിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിന് നിമിഷവും we are confronting an enemy. കർത്താവിന്റെ സ്തോത്രം, ഓരോ ദിവസവും കർത്താവിന്റെ സ്തോത്രം നമ്മൾ കർത്താവിന്റെ സ്തോത്രം ഈ അഭക്തിക്കെതിരായി പ്രവർത്തിക്കുന്ന ചില ശക്തികളോട് നമ്മൾ ദിവസം തോറും പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സ്തോത്രം, if somebody says sin is normal, കർത്താവിന്റെ സ്തോത്രം, that is the enemy of godliness. Hallelujah, praise the Lord, hallelujah. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ, പാപത്തെ പാപമായി പറയുവാൻ, പാപത്തെ പാപമായി ചിത്രീകരിക്കുവാൻ ഇന്ന് പലർക്കും മടിയാണ്. കർത്താവിന്റെ സ്തോത്രം, we come into certain compromises. Hallelujah, praise the Lord. With regard to godliness, ദൈവഭക്തിയോടുള്ള ബന്ധത്തിൽ there is no compromise. Hallelujah, praise. How many of you understood what I said? There is no compromise. Our God is a God who is not going to compromise with regard to godliness. ദൈവഭക്തിയോടുള്ള ബന്ധത്തിൽ ദൈവം ഹല്ലേലൂയ ഒരു അനുരഞ്ജനത്തിനും ദൈവം ഹല്ലേലൂയ പ്രൈസ് തയ്യാറല്ല എന്ന് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കർത്താവിന്റെ സ്തോത്രം, പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവിന്റെ സ്തോത്രം, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ പർവ്വതത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ you need to have certain qualities. കർത്താവിന്റെ ചില ദൈവഭക്തിയോടുള്ള കർത്താവിന്റെ സ്തോത്രം മർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ യഹോവയുടെ പർവ്വതത്തിൽ കയറുവാൻ തക്കോണം കഴിയുള്ളൂ എന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കർത്താവിന്റെ സ്തോത്രം. ഒന്നാമതായിട്ട് വെടിപ്പുള്ള കൈ, രണ്ടാമതായിട്ട് നിർമ്മല ഹൃദയം, കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. മൂന്നാമതായിട്ട് വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെ കർത്താവിന്റെ കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെയുള്ളവൻ യഹോവയുടെ പർവ്വതത്തിൽ കയറും. Hallelujah, praise the Lord. പ്രിയമുള്ളവരെ, കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. How many of you are ready, hallelujah, praise the Lord, to move on to, hallelujah, to the mountain of the Lord? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യഹോവയുടെ പർവ്വതത്തിൽ കയറുവാൻ, കർത്താവിന്റെ സ്തോത്രം ദൈവഭക്തിയുടെ മർമ്മങ്ങളെ ഈ നാളുകൾ മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ ശക്തിയാ നിറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം കഴിയും? കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. ഒരു ഓർഡിനറി ലൈഫ് ജീവിച്ച് ഒരു ഓർഡിനറി ക്രിസ്ത്യാനിയെ മുന്നോട്ട് പോകുവാനല്ല, കർത്താവ് ദൈവഭക്തിയിൽ മുന്നേറുവാൻ, ദൈവഭക്തിയുടെ
അഭ്യസനം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ ചില പുതിയ കാൽവെപ്പുകളായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കേൾക്കാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. ഒന്നാമതായിട്ട് വെളിപ്പുള്ള കൈ, നിർമ്മല ഹൃദയം, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നവൻ. ഇങ്ങനെയുള്ളവർ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഗ്ലോറി ടു ഗോഡ് ഹല്ലേലൂയ. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. എന്താണ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്? കർത്താവിന്റെ സ്തോത്രം we need to have a drastic change. We need to have a total transformation in our life. കർത്താവിന്റെ സ്തോത്രം ഒരു വലിയ വ്യതിയാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവഭക്തിയുടെ മർമ്മങ്ങൾ ഈ നാളുകളിൽ മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. അവസാനമായിട്ട് ഒരു വേദഭാഗം വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോട് എന്നോട് ഇടപെട്ട ഒരു ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 33-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം 33-ാം അധ്യായത്തിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. Amen. Amen. Praise the Lord. Hallelujah. ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. ഇന്ന് പോൽക്കാലം പ്രിയമുള്ളവരെ ദൈവഭക്തിയാൽ നിറഞ്ഞ് ദൈവഭക്തിയുടെ മർമ്മങ്ങളെ മനസ്സിലാക്കുന്നവൻ അവൻ എവിടെയാണ് വസിക്കുന്നത്? അവൻ ഉയരത്തിൽ വസിക്കും. Hallelujah. Praise the Lord. Godliness is an upward mobility in our life. Hallelujah. We need to move on to upward heights. Hallelujah. Praise. അതുകൊണ്ടാണ് കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ ഒരു പാട്ടുകാരൻ പറഞ്ഞത്, Lord take me to new heights in my life. ഉയരങ്ങളിലേക്ക് ഉന്നതികളിലേക്ക് കർത്താവേ എന്നെ നടത്തുമാറാകണമേ എന്ന് പാട്ടുകാരൻ പറയുകയാണ്. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ചോദ്യപ്രയർ ആയിരിക്കട്ടെ, നമ്മിൽ ആ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുക്കൽ പാർക്കും? നമ്മിൽ നിത്യദഹനങ്ങളുടെ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ അടുക്കൽ ആർക്ക് പാർക്കുവാൻ തക്കവണ്ണം കഴിയും? കർത്താവിന്റെ സ്തോത്രം നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കുരുവാങ്ങാതെ കൈ കുടഞ്ഞു കളയും രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വേണം ചെവിപൊത്തിയും ദോഷത്തെ കണ്ട് രസിക്കാതെ കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ കണ്ണടച്ചു കളയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ പാർക്കും. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവൻ ഉയരങ്ങളിൽ പാർക്കും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ ദൈവഭക്തിയുടെ മർമ്മങ്ങളെ ഈ നാളുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവസന്നിധിയിൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ സ്തോത്രം. What are the results of hallelujah being a godly person? കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ. എന്താണ് കർത്താവിന്റെ സ്തോത്രം? ഈ ദൈവഭക്തിയിൽ കൂടെ നമുക്ക് ദൈവം നൽകി തരുന്ന നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്, ദൈവസന്നിധിയിൽ നമുക്ക് സന്തുഷ്ടിയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വിടുതലുകളുണ്ട്. ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ എപ്രകാരം ദൈവത്തിന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് കർത്താവ് ഉന്നതികളിലേക്ക് നടക്കുവാൻ, ഉന്നതികളിലേക്ക് മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങൾ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ വചനങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കാൻ ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പല ഉപായങ്ങളും ഒഴികഴികളൊക്കെയും പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പലർക്കും താല്പര്യമാണ്. കർത്താവിന്റെ ദാസ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു, ഒരു ഉദാഹരണം ഓർപ്പിച്ച്, വളരെ നല്ല ഉദാഹരണം നമുക്ക് ചിന്തിപ്പാൻ ഇനിയും ഇടയായി തീരട്ടെ. ചെലന്തി വല നശിപ്പിക്കണം എന്നല്ല, ചെലന്തിയെ നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ സ്തോത്രം. മുന്തിരി വഴി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ പിടിച്ചു കെട്ടി നശിപ്പിക്കണം. അതല്ലാതെ ആ മുന്തിരി വഴി നശിപ്പിക്കും ചെറുകുറുക്കന്മാർ ഇന്ന് കടിക്കുമ്പോൾ അതിന് വേണ്ടതായ ഇമ്മ്യൂണിറ്റി തരണമെന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ ചെറുകുറുക്കന്മാരെ നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ട. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ, നിങ്ങള് പാസ്റ്റേഴ്സ് പ്രത്യേകിച്ച് രാവിലെ പാസ്റ്റർ ജോൺസൺ സെക്രട്ടറിയായി ഒക്കെ സംസാരിച്ചു, എല്ലാ പാസ്റ്റേഴ്സും സംസാരിച്ചത്. നിങ്ങളോടൊരു വാക്ക് ഞാൻ പറയട്ടെ. 178 ഭക്തയായി ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസിമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്,
അവർ ഭാര്യമാർക്ക് അവരെ സ്വന്തം അതെ വീട്ടിൽ എന്തായിരിക്കുന്ന ഫലപ്രദമായ മുന്തിരിവള്ളിയാ. ഇന്ന് അനേകർ എവിടാ വീട്ടിലല്ല മുന്തിരിവള്ളി ആയിരിക്കും, മറ്റുള്ള വീട്ടുകളിൽ പോയി. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ ആരും അങ്ങനെയുള്ളതല്ലെന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ നമുക്ക് മാതൃകളവരായി ജീവിച്ച, ഭക്തരായി ജീവിച്ച കർത്താവിനോട് ജീവിക്കാൻ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന്മാരെ അനുഗ്രഹിക്കട്ടെ. ഈ അടുത്തായ ഈ ദൈവദാസന്മാരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ്. അടുത്ത സണ്ണി താഴാമ്പള്ളം വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. ദൈവത്തിന്റെ സ്തോത്രം. അദ്ദേഹവും കടന്നു വന്ന് കർത്താവ് തന്നെ ഏൽപ്പിച്ചത് നമ്മൾ സംസാരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. താനെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹു ഈസ് ഗോഡ്ലി എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ ജീവിതത്തിൽ ചെയ്ത വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ ജീവിതത്തിൽ ചെയ്ത കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ കാലം നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ അത്ര സന്തോഷത്തിലല്ല ഇവിടെ നിൽക്കുന്നത്. കാരണം എനിക്ക് ഇന്നലെ മുതൽ ഒരു പനി പിടിച്ച്, അതുകൊണ്ട് അതിൻ്റെതായ ഒരു പ്രയാസമുണ്ട്. നിങ്ങളെല്ലാവരും പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മുഴുവൻ സമയം ഞാൻ എടുക്കും, അല്ലെങ്കിൽ ഹാഫ് ടൈം കൊണ്ട് തീരും. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുവാൻ അപേക്ഷിക്കുന്നു. ഇപ്രകാരം അവസരം ഒരുക്കി തന്ന ഈ കോൺഫറൻസിന്റെ കൺവീനർ പാസ്റ്റർ ജോയ് ജോൺ അവർകൾ, എം വർഗീസ്, വിൽസൺ വർഗീസ്, ബ്രദർ ജോളി, ബെഞ്ചമിൻ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ടീം നിങ്ങളെ തിരഞ്ഞെടുത്തതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നോർത്ത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വളരെ പണം ചെയ്ത് വളരെ കഷ്ടപ്പെട്ട പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനം, അഭിഷക്തന്മാരായ ദൈവദാസന്മാർ, നാട്ടിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഓവർസിയർ, അതുപോലെ എഡ്യൂക്കേഷൻ ഡയറക്ടറായിരിക്കുന്ന ജോൺസൺ ഡാനിയൽ അവർ, മറ്റ് കർത്തദാസന്മാർ, എല്ലാവരെയും ഞാൻ ദൈവ നാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. നിങ്ങളെ വളരെ വിഷമിപ്പിക്കുന്നതായ, അല്ലെങ്കിൽ എന്നെ വിഷമവൃത്തത്തിലാക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹൂ ഈസ് ഗോഡ്ലി? നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുന്ന പോലെയാണ്. അതൊരു ചോദ്യചിഹ്നമായിട്ടാണ് നമ്മുടെ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം വിഷയം ആരാണ് ഭക്തൻ? ആരാണ് ഭക്തനെന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണും. പക്ഷെ അതെല്ലാം ശരിയാകണമെന്നില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ നമുക്ക് ലോകത്തിൽ 3 പേർക്ക് വ്യക്തമായി അറിയാം ആരാണ് ഭക്തൻ. ഒന്ന് നമുക്കറിയാം. പിന്നെ ആർക്കൊക്കെ അറിയാം? ദൈവത്തിനറിയാം. അതുപോലെ പിന്നെ വേറൊരാൾക്കൂടെ അറിയാം. ആരാ? പിശാചിനും അറിയാം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ അവരവരെ തന്നെ വിചിന്തനം ചെയ്യുക എന്നതാണ്. ഇന്ന് മാത്രമല്ല, ഈ ദിവസങ്ങളിൽ നാം കേൾക്കാൻ പോകുന്ന പ്രസംഗങ്ങളിലൂടെയെല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ആ വിഷയത്തിന്റെ മുമ്പിൽ ഇനി തുടർന്ന് നിങ്ങൾ തുടർച്ചയായി ഈ വിഷയത്തെ പറ്റി കേൾക്കുവാൻ പോവുകയാണ്.
എന്റെ നോട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഭക്തന്മാരാണ്. എന്നാൽ മലാക്കി പ്രവചനം 4-ാം അധ്യായത്തിന്റെ 1-2 വാക്കുകൾ ഇത് വായിച്ച്. 4-ാം അധ്യായം മലാക്കി പ്രവചനം 4-1. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. അന്ന് അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം 2-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം കൂടെ വായിച്ചാൽ മതി. രണ്ടായി തിരിയുന്ന ഒരു സമയം വരുവാൻ പോവുകയാണ്. ആ സമയത്തറിയാം ആരാണ് യഥാർത്ഥ ഭക്തൻ, ആരാണ് യഥാർത്ഥ ഭക്ത എന്നുള്ളത്. നെല്ലും പതിരും തമ്മിൽ വേർതിരിക്കുന്ന സമയം വരും, അല്ലെങ്കിൽ കളയും ഗോതമ്പും തമ്മിൽ. ഈ അറിവില്ലാത്തത് കൊണ്ടല്ല ആരും ഭക്തന്മാരായി ജീവിക്കാത്തത്. ഇവിടുത്തെ ഈ ക്ലാസ് കൊണ്ട് എനിക്ക് തോന്നുന്നത് ചെറിയ പ്രയോജനങ്ങൾ ഉണ്ടാകും. എന്നാൽ ആളുകളുടെ ജീവിതത്തിൽ അവരൊരു തന്നെ നിയന്ത്രിക്കേണ്ടതായ ചില മണ്ഡലങ്ങളുണ്ട്. അവിടെ നാം ക്രമീകരണങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭക്തനായി ജീവിക്കണമെന്ന് യഥാർത്ഥമായ ആഗ്രഹമുള്ള ആളുകളെ ദൈവം ആ രീതിയിൽ തന്നെ കാത്തു പരിപാലിക്കും. നമുക്ക് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ സഭായോഗത്തിൽ ആദ്യമേ വരുന്ന ആളുകൾ മുമ്പിൽ വന്നിരുന്ന് ആഞ്ഞ് കൈകൊട്ടി പാടുന്ന ആള്, ഉച്ചത്തിൽ അന്യഭാഷ പറയുന്നത്, ഇങ്ങനെയൊക്കെ ചില, അതുപോലെ തന്നെ ഫുൾ കൈ ഷർട്ട്, ക്ലീൻ ഷേവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുന്ന അവരെ നമ്മൾ ഭക്തന്മാരായി കാണാറുണ്ട്. എന്നാൽ അത് ഒരു ഭക്തന്റെ വേഷത്തിനും അതിന് അത് നല്ലതാണെങ്കിലും അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രൈവറ്റ് ലൈഫിലേക്ക് നാം എത്തി നോക്കണം. അഥവാ അവരുടെ രഹസ്യ ജീവിതം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് പഠിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇയാൾ യഥാർത്ഥ ഭക്തനാണെന്ന്. അതുപോലെ പബ്ലിക്കിലുള്ള സംസാരം, പബ്ലിക്കിലുള്ള പ്രവൃത്തി, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരാണ് ദൈവഭക്തൻ. തനിച്ചിരിക്കുമ്പോൾ മനസ്സും കൂട്ടത്തിലിരിക്കുമ്പോൾ നാവിനെയും കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ് നിശ്ചയമായി യഥാർത്ഥ ഒരു ഭക്തൻ എന്ന് പറയുന്നത്. ഒരു ഭക്തന്റെ ലക്ഷണം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്. കൊട്ടക്കണക്കിന് അന്യഭാഷ പറയുന്ന ആളുകൾ കമ്മിറ്റിയിൽ വരുമ്പോൾ അവർ മറുഭാഷ പറയും, വീട്ടിൽ മറുഭാഷ പറയും, സഭയിൽ വരുമ്പോൾ അന്യഭാഷ പറയും. അങ്ങനെയുള്ള ആളുകൾ ഭക്തന്മാരല്ല. അവരുടെ ജീവിതത്തിൽ ഏതൊരു ആത്മാവിനെയാണ് അവർ പ്രാപിച്ചിരിക്കുന്നത് സംശയിക്കേണ്ടതായിരിക്കുകയാണ്. സങ്കീർത്തനക്കാരന്റെ വിലാപം പലരുടെ പറഞ്ഞു. അതോടുകൂടി എനിക്ക് ഒരു വാക്കൂടെ ചേർത്ത് വായിക്കാനുണ്ട്. 12-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകുന്നു. ഞാൻ അതിൻ്റെ കൂടെ ഒരു വാക്യം കൂടെ ചേർത്ത് വായിക്കാം, നിങ്ങൾ ആരും എന്നെ കല്ലെറിയരുത്. മിടുക്കന്മാർ മനുഷ്യപുത്രന്മാരിൽ വർദ്ധിച്ചിരിക്കുന്നു. ഒത്തിരി മിടുക്കന്മാരുള്ളത് കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും കുഴപ്പം. നമുക്ക് ഭക്തന്മാരുടെ കുറവുണ്ട്, പക്ഷെ നമുക്ക് മിടുക്കന്മാർ ധാരാളമുണ്ട്. ഈ മിടുക്കന്മാരുടെ മിടുക്ക് പ്രവർത്തികൾ എന്ന് പറയുന്നത് നമുക്കറിയാം, കാണുമ്പോൾ അറിയാം. ഭക്തിക്ക് വിരുദ്ധമായ പല പ്രവർത്തനങ്ങൾ ആത്മീക മണ്ഡലത്തിൽ തന്നെ വരുന്നത് വളരെ വേദനയോടുകൂടി ഞാൻ പറയുകയാണ്. ആത്മീക മണ്ഡലത്തിൽ നിന്ന് ഇങ്ങനെയുള്ളതായ പല കാര്യങ്ങൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ഭക്തിയുടെ മാർഗത്തിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. നമ്മുടെ പിതാക്കന്മാരെ ഭക്തന്മാരെ നടന്നിരുന്നത് അവരുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല, അവരുടെ പണം കൊണ്ടല്ല, അവരുടെ പദവി കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ്? അവരുടെ സ്വഭാവവും അവരുടെ ജീവിത രീതികളും അത്ര പരിപാവനമായിരുന്നത് കൊണ്ട് ആളുകളെ ഭക്തൻ, കുട്ടിയച്ചൻ എന്നൊക്കെ ജനം വിളിക്കുവാൻ തക്കവണ്ണം. ഇന്ന് നമ്മളെ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് നമുക്കറിയാം. ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഒരു 2000-ത്തിലധികം ആളുകൾ കൂടുന്ന ഒരു ചർച്ചിൽ ഞായറാഴ്ച രാവിലെ ആരാധന തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 4 ചെറുപ്പക്കാർ വലിയ തോക്കുമായി കടന്നു വന്നിട്ട് ആ സ്റ്റേജിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, യേശുവിനെ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, അല്ലാത്ത ആളുകളെ ഞങ്ങളുടെ വെടിവെച്ച് വീഴ്ത്തുവാൻ പോവുകയാണെന്ന് പറഞ്ഞു. 2000-ൽ പരം ആളുകൾ കൂടുന്ന വലിയൊരു ചർച്ചാണ്, മെഗാ ചർച്ചാണ്.
18 പേരൊഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഇറങ്ങിപ്പോയി, ഓടി രക്ഷപ്പെട്ടു അവരുടെ ജീവന് വേണ്ടി. ആ 18 പേരെന്ന് പറഞ്ഞാൽ 70 വയസ്സിന് മേലുള്ളതായ പ്രായമുള്ള ആളുകളായിരുന്നു. അവർ വിചാരിച്ച് ഏതായാലും ചാകുന്നെങ്കിൽ ചാകട്ടെ, ദൈവത്തിന് വേണ്ടി മരിക്കാമല്ലോ എന്ന് വിചാരിച്ച് 18 പേരോടെ നിന്നു. ഈ മുഖംമൂടി വെച്ചോണ്ടാണ് ഈ 4 ചെറുപ്പക്കാർ വന്നത്. ഈ മുഖംമൂടി അവർ മാറ്റി കഴിഞ്ഞപ്പോൾ അവർ ആ ചർച്ചിലെ തന്നെ യൂത്തിന്റെ ലീഡേഴ്സ് 4 പേരായിരുന്നു. അവർ പറഞ്ഞു, കപട ഭക്തന്മാരെല്ലാം പോയി, ഇപ്പോൾ ഭക്തന്മാരായിട്ടുള്ള ആളുകളാണ്, ഇനി നിങ്ങൾ ആരാധന തുടർന്നോളാൻ പറഞ്ഞു. ദൈവങ്ങളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഒരു ടെസ്റ്റിംഗ് പീരീഡ് ഉണ്ടായാൽ എത്ര പേരുടെ കാണുമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. യഥാർത്ഥ ഭക്തന്മാരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല, അത് ചെറിയ കാര്യമല്ല. പക്ഷേ ആരാധിക്കാൻ വരുന്ന എല്ലാവരും ഭക്തന്മാരാണെന്ന് വിചാരിക്കരുത്. പല ഉദ്ദേശത്തോടു കൂടി വരുന്ന അനേകർ കണ്ടെന്നിരിക്കാം. എന്നാൽ ഓരോരുത്തർ അവരവരെ തന്നെ ചിന്തിക്കുക. നമ്മളുടെ യഥാർത്ഥമായ ഭക്തി എന്ന് പറയുന്നത് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ആ വാക്യങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം യഥാർത്ഥ ഭക്തി എന്താ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിച്ചേ. നിങ്ങളിൽ ഒരുത്തൻ തന്റെ അവന്റെ ഭക്തി വ്യർത്ഥമാണെന്നാണ് പറയുന്നത്. എന്തും തട്ടിവിടുക, ആരോടും എന്തും സംസാരിക്കുക, റെസ്പെക്ട് ഇല്ലാതെ സംസാരിക്കുക, കൂട്ടു സഹോദരന്മാരെ പറ്റി അപവാദം പറഞ്ഞു വരുത്തുക, കുറ്റം പറയുക. നമുക്കൊരു വലിയ ഹോബിയാ കുറ്റം പറയാനുള്ളത്. ആരുടെയും കുറ്റം പറയാത്ത എത്ര പേര് കൈ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങൾ ആരും ഉയർത്തത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കൂട്ടു സഹോദരന്മാരെ വിധിക്കുവാൻ നമ്മൾ ആരുമല്ല. നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകൾ കണ്ടുപിടിച്ച് ക്രമീകരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞു, ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കം വരികയാണെങ്കിൽ ഫോണിൽ കൂടെ ആരുടെയും 4 പേരുടെ കുറ്റം പറഞ്ഞാൽ മതി, ഉറക്കം അങ്ങ് മാറും. ചില ആളുകൾക്ക് കുറ്റം പറഞ്ഞില്ലേലാണ് ഉറക്കം വരാത്തത്. ഇങ്ങനെ 2 വിഭാഗമുണ്ട്. ചില ആൾക്ക് പാസ്റ്റർമാരെ കുറ്റം പറയാൻ വളരെ ഇഷ്ടമാണ്. അവരാകുമ്പോൾ തിരിച്ചൊന്നും പറയത്തില്ലല്ലോ. നേരത്തെ വന്നാൽ പറയും ഇയാൾക്ക് വീട്ടിൽ ഒരു പണിയില്ല, താമസിച്ച് വന്നാൽ പറയും എന്നും ഇയാൾ താമസിച്ചേ വരത്തുള്ളൂ. നാട്ടിലാണ് ഈ കാറിലൊക്കെ ചെന്നാൽ പറയും ഇയാൾ ആഡംബരക്കാരനാ, സൈക്കിളിൽ ചെന്നാൽ പറയും ഇവ പിശുക്കനാ. ഒരു തരത്തിലും പറ്റത്തില്ല. പിന്നെ കുറച്ച് പ്രസംഗിച്ചാൽ പറയും ഒന്നും പ്രിപ്പയർ ചെയ്യാതെ വന്നിരിക്കുക. കൂടുതൽ പ്രസംഗിച്ചാൽ പറയും 6 ബോറൻ പ്രസംഗമായിരുന്നു. ഈ നാട്ടിലെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന പോലെയാണ് കള്ളന്മാരെ കൊണ്ടിരുന്നത്. നിങ്ങൾ കേട്ടുള്ളതായിരിക്കും. ഇടത്തുകാൽ വെച്ച് കയറിയാൽ പറയും നീ ഇവിടെ ഉടുപ്പിക്കാൻ വന്നാന്ന് ചോദിച്ചാൽ അടി കൊടുക്കും. വലത്തുകാൽ വെച്ച് കയറിയാലോ നീ ഇവിടെ താമസിക്കാൻ വന്നാന്ന് വെച്ചാൽ അടി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എന്നാൽ ചാടി കയറാന്ന് ചോദിച്ചാൽ പറയും നീ അഹങ്കാരി, നീ ഇവിടെ ചാടി കയറുകയാണോ, അതിനും അടി കൊടുക്കും. തൊഴുതാ പറയും ഇവിടെ ഇതിന് അമ്പലമാണോ, ഇത് പോലീസ് സ്റ്റേഷൻ അല്ലയോ. സാറേന്ന് വിളിച്ചാൽ പറയും നിന്നെ എവിടെയാണ് ഞാൻ പഠിപ്പിച്ചേക്കുന്നത്. എങ്ങനായാലും അടി കിട്ടും. ഈ കുറ്റം പറയാനായി നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് ഒഴിവാക്കണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ കുറ്റം കുറവില്ലാത്ത ആരുമില്ല. ഈ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഓരോരുത്തരോട് ഉത്തരം പറയേണ്ടത് എങ്ങനെയെന്ന് അത് യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്യമാണ്. എങ്ങനെയെന്ന് നമ്മൾ പഠിക്കണം. പാസ്റ്ററോട് വർത്താനം പറയുന്നത് പോലല്ല ഭാര്യയോട് വർത്താനം പറയുന്നത്. ഭാര്യയോട് വർത്താനം പറയുന്നവരാണ് മക്കളോട് പറയുന്നത്. അങ്ങനെയല്ല, നമ്മൾ സംസാരിക്കുവാൻ തന്നെ പഠിക്കണം. സംസാരം എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭക്തിയുടെ ഒരു ലക്ഷണമാണ്. നിങ്ങളിപ്പോ ഒരാളെ കാണുമ്പോൾ ആ ആളെ വാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ അവരുടെ സംസാരത്തിൽ കൂടെ നമുക്ക് വാലുവേറ്റ് ചെയ്യാൻ കഴിയും. ഒത്തിരിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഭാപ്രസംഗി 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നത് നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപ കാരണമാകരുത്. ആ വാക്യം എടുത്ത് വായിച്ചത് ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്കുകൾ വായിക്കുന്നത് നല്ലതാണ്. എനിക്കൊരു ശകല റെസ്റ്റും കിട്ടും. 5-ാം അധ്യായം സഭാപ്രസംഗി 5-ന്റെ 6-ാം വാക്യം. പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നു പോയി ദൂതന്റെ മുമ്പിൽ പറയരുത് എന്ന് പറഞ്ഞാൽ നീ അപവാദം പറയുമ്പോൾ 2 ദൂതന്മാർ കുറഞ്ഞത് ഇടവും വലവും ഒരു ഭക്തനാണെങ്കിൽ നിന്റെ ഇടത്തും വലത്തും ഓരോ ദൂതനുണ്ടെന്നുള്ളത് ഒരു ഓർമ്മ ഉണ്ടായിരിക്കണം. നീ പറയുന്ന ഓരോ വാക്കുകളും കുറിച്ചു വയ്ക്കുന്ന പുസ്തകമുണ്ട്. അതനുസരിച്ചൊരു ന്യായവിധിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഈ ഇവിടുത്തെ രീതി അനുസരിച്ച് ആരാ വീട്ടിൽ നേരത്തെ വരുന്ന അറിയത്തില്ലല്ലോ. ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിച്ചു വരുന്ന ആളുകളോട്
സംസാരിക്കുന്നത് വളരെ ലോഹ്യമായിട്ട് വേണം. എന്ന് പറഞ്ഞാൽ ഭാര്യ ആണ് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നതെങ്കിൽ ഉടനെ അവളോട് വീട്ടിലെ കംപ്ലൈന്റും കാര്യങ്ങളും കുറ്റങ്ങളും പറയുകയില്ല. അല്ലെങ്കിൽ ഭർത്താവ് കയറി വരുന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഒരു സാധനവുമില്ല, ഇന്ന് എന്താ ഇത്രയും താമസിച്ചത് എന്നൊക്കെ ചോദിച്ച് എന്നുള്ള അങ്ങനെയല്ല. ഒന്ന് ഇരുന്ന് ശാന്തമായി ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് തണുപ്പിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ. അല്ലാതെ ഈ ചൂടായി രക്തം ചൂടായി വീട്ടിൽ ജോലിയിലെ എല്ലാ പ്രശ്നവുമായിട്ട് വീട്ടിലേക്ക് വരുന്നത് ഒരു സാവകാശം ഒരു സന്തോഷം കിട്ടാനാ. അവിടെ വരുമ്പോൾ ഭാര്യയോട് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തോ അവിടെ ഇറങ്ങിപ്പോത്തില്ലേ. അതുകൊണ്ട് ദേവി സഹോദരിമാർ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാരോട് ഈ വീട്ടിലൊന്നും ഇല്ലെന്ന് പറയല്ലേ, എല്ലാം ഉണ്ട്. പക്ഷെ ഇല്ലാത്ത സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി പിന്നെ പുറകാലെ കൊടുത്താൽ അച്ചായി പോയി വാങ്ങിച്ചോണ്ട് അല്ലെ അലോക്യമാവും. അതുകൊണ്ട് നമ്മൾ സംസാരത്തിൽ കുടുംബത്തിലും കുഞ്ഞുങ്ങളോടായാലും, ഞാൻ വിവരിക്കുന്നില്ല, എനിക്ക് നൽകിയ സമയത്തിനും അനുസരിച്ച് നിർത്തണമല്ലോ. 39 സംഘത്തിന്റെ 1-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? നാവ് കൊണ്ട് എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ വായി കടിഞ്ഞാണിട്ട് കാക്കണം. ഹല്ലേലൂയ. ഭക്തനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കണം. ആ പോയിന്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങളുടെ സഭ വിജയിച്ചു. നിങ്ങളുടെ സഭയിലുണ്ടാകുന്ന 3/4 പങ്ക് പ്രോബ്ലങ്ങളുടെയും കാര്യം ഒന്നിൽ ഒരു സഹോദരന്റെ വാക്ക് അല്ലെ ഒരു സഹോദരിയുടെ വാക്ക് പുറകോട്ട് ഇറങ്ങി അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഭക്തി നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം. നമ്മുടെ നടപ്പ്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ ചര്യകളിലും അത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥമായ ഒരു ഭക്തനായി ലോകം വീക്ഷിക്കുന്നതിനിടയാകുന്നത്. അതിന്റെ യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും കാണുന്നതും ആകുന്നു. അനാഥരെയും വിധവമാരെയും ഈ കാലത്ത് വളരെ ഉപേക്ഷിക്കപ്പെടുന്നതായ ഒരു കാര്യമാണ്. അനാഥരായ ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നെങ്കിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ആതുര ശുശ്രൂഷ രംഗത്ത് റോമൻ കാത്തോലിക്കരാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ ആളുകൾ വളരെ പുറകിലാണ്. പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു വിടുന്നതാണ് കൂടുതലും സ്റ്റൈല്. അങ്ങനെയല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്, നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക. നാടിന്റെ പ്രദേശത്തൊക്കെ ഞങ്ങൾ ചില വേലകളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 2700 പേരെ ഫീഡ് ചെയ്യുവാൻ തക്കണം ദൈവം സഹായിച്ചു. ചെയ്തുകൊണ്ട് പറയുകയല്ല, സന്ദർഭവശാൽ പറയട്ടെ. ഉത്തരാഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പ്രാവശ്യം വെള്ളപ്പൊക്കം ഏരിയയുടെ അടുത്ത് ഒരു കുഷ്ഠരോഗ ആശുപത്രിയിൽ കടന്നു ചെന്ന് അവർക്ക് ഭക്ഷണം, വസ്ത്രം ഒക്കെ കൊടുക്കുവാൻ തക്കണം ദൈവം സഹായിച്ചു. അനേകരെ ഈ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ഈ ലോകത്തുള്ള കളങ്കം പറ്റാതെ ജീവിക്കുക, അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ സൂക്ഷിക്കാനൂടെ പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ അങ്ങ് ചെന്നെത്തത്തില്ല. ചെന്നതിന്റെ പ്രതിഫലം വാങ്ങിക്കാൻ ആളവിടെ ഇല്ലെങ്കിൽ എന്തോ ചെയ്യും? ഇന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു, നമുക്ക് നല്ല പ്രതിഫലങ്ങളെല്ലാം അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് പറ്റിയില്ലെങ്കിൽ ആര് വാങ്ങിക്കും പ്രതിഫലം? അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ, നാം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരോടുള്ള ഇടപാടുകളിൽ ഒക്കെ നാം ഭക്തന്മാരായി ജീവിച്ചെങ്കിൽ മാത്രമേ അക്കരെ നാട്ടിൽ എത്തിച്ചേർത്തുള്ളൂ. നിർമ്മലമായ ഒരു ഹൃദയം ഇവിടെ എല്ലാവരും പറഞ്ഞു, അതെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അനേക കാര്യങ്ങൾ എനിക്ക് മുമ്പേ സംസാരിച്ച ദേവദാസൻ പറഞ്ഞല്ലോ. അതനുസരിച്ച് നമുക്ക് ഈ കാലത്തെ ഭക്തി എന്ന് പറയുന്നത് എല്ലാം ഭക്തന്മാർ വളരെ സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഭക്തന്മാർ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നീ അറിയുന്നല്ലോ. എലീശയോട് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തിയെന്ന് പറയാണ്. നിന്റെ ദാസൻ കുറഞ്ഞ പക്ഷം നമ്മുടെ ഭാര്യയെങ്കിലും പറയണമെങ്കിൽ ഇയാളൊരു ഭക്തനാണ്. അതുപോലെ തന്നെ ഭാര്യയെ പറ്റി ഭർത്താവ് പറയാനിടയാണ്, എന്റെ ഭാര്യ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ നമ്മൾ പരസ്പരം ഒരു സാക്ഷ്യം കുടുംബത്തിൽ തന്നെ ഉണ്ടാകണം. കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുന്ന കുഞ്ഞുങ്ങൾ പറയണം, എന്റെ ഡാഡിയും മമ്മിയും സേവിക്കുന്ന ദൈവം എന്റെ ദൈവമാണ്, അവൻ ജീവനുള്ള ദൈവമാണ്.
നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ അറിയാം നമുക്കത്? അവരുടെ ആവൽഘട്ടങ്ങളിൽ അഥവാ അവർ പോകുന്ന പരീക്ഷാ ഘട്ടങ്ങളിൽ നിങ്ങളോട് വിളിച്ചു പറയും, എനിക്ക് വേണ്ടി മമ്മി ഡാഡി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുവെങ്കിൽ നീ സേവിക്കുന്ന ദൈവത്തെയാണ് അവർ പിന്തുടരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ മടങ്ങി വരും. ഹല്ലേലൂയ. ഇപ്പോൾ ലൈൻ തെറ്റിയാണ് പോകുന്നതെങ്കിൽ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, ദൈവം അവനെ മടക്കി വരുത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് തലമുറകളെ പറ്റി വ്യാകുലപ്പെടുന്നവർ മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടാണ് അവർ മനസ്സിലാക്കുന്നത്. കുഞ്ഞുങ്ങളോട് ഇല്ലാത്തതുകൊണ്ട് തുറന്നു പറയാമല്ലോ. മാതാപിതാക്കന്മാർ എന്ത് കാണിക്കുന്നു അതനുസരിച്ചാണ് കുഞ്ഞുങ്ങൾ അത് കണ്ടുപിടിക്കുന്നത്. ഒരിക്കലും ഒരു ശവസംസ്കാര ശുശ്രൂഷ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയും കുഞ്ഞുങ്ങളും എല്ലാം അടുത്തിങ്ങനെ ഇരിക്കുക. അപ്പം സ്റ്റേജിൽ വന്ന് പലരും പല രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അമ്മ കുഞ്ഞിന്റെ ചെവി പറഞ്ഞടാ, നമ്മുടെ അപ്പച്ചൻ തന്നെയാണോ മരിച്ചു കിടക്കുന്നത് നോക്കിക്കുക. കാരണം നമ്മുടെ അപ്പച്ചൻ ജീവിച്ചിരുന്നപ്പോ ഇങ്ങനത്തെ കാര്യം ഒന്നും ചെയ്തിട്ടില്ല. ആ മരണ ശുശ്രൂഷയിൽ നമ്മൾ പലതും പറയാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം അത് പ്രാക്ടിക്കലി കാണിച്ചു കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഭവനത്തിൽ നമുക്കൊരു സാക്ഷ്യം ഒന്നാമത് ഉണ്ടായിരിക്കണം. ഈ അടുത്ത സമയത്ത് നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു, തിരുവത്താഴം കൊണ്ട് ചെന്നപ്പോൾ അപ്പം മൊത്തമായിട്ട് എടുത്ത ഭക്ഷിച്ച ആദ്യത്തെ ആൾ തന്നെ. എന്നിട്ട് പറഞ്ഞു, എനിക്ക് യേശുവിന്റെ ശരീരത്തോട് ഇത്രയധികം സ്നേഹമാണ്. ഒത്തിരി സ്നേഹം കൂടുന്ന ആളുകളുണ്ട്, അങ്ങനത്തെ പല ഭക്തന്മാരുണ്ട്. ഈ കപട ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അതേ വേറൊരു ശുശ്രൂഷയോടുണ്ട്, വേറൊരു സാക്ഷ്യമുണ്ട്. 2ാമത്തെ സാക്ഷ്യമാണ് അത് പറയേണ്ടത്. നമ്മുടെ അയൽവക്കത്തുള്ളവരും നമ്മളെ കാണുന്നതുകൊണ്ട് നമ്മൾ കൂടെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മളെ പറ്റി സാക്ഷ്യം പറയേണ്ടത്. അതെന്താണ്? നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു നമ്മളെ പറ്റി ഒരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. നാം കടന്നു ചെല്ലുന്നിടത്തൊക്കെ മറ്റുള്ളവർ പറയണം, ഇവനൊരു യഥാർത്ഥ ദൈവവേദനാണ്, ഇതൊരു ഭക്തനാണ് ഈ കടന്നു വരുന്നതെന്ന്. ഇന്നാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? കൂടെ ഈ വഴിയായി ഒരുത്തൻ കടന്നു വരുന്നുണ്ട്, അവനെ ഒന്ന് സൂക്ഷിച്ചോണേ എന്ന് പറയും. സഹോദരിമാർക്കറിയാം നമ്മളെ പ്രത്യേകമായിട്ട് വാച്ച് ചെയ്യാൻ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. യഥാർത്ഥ ഭക്തന്മാർക്ക് എങ്ങും സ്ഥാനമില്ലാതെ വരുന്ന അവസരങ്ങളുണ്ട്. സത്യം പറഞ്ഞാലും ഫലിക്കാത്ത സന്ദർഭങ്ങളുണ്ടാകും. നമ്മളെ ഒറ്റപ്പെടുത്തുന്ന അവസരങ്ങളുണ്ടാകും. അവിടെയൊന്നും ഭാരപ്പെടേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഭാഗത്താണ് സത്യമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ തെളിയിക്കപ്പെടും. ദൈവം അതിനൊരു പ്രതിഫലം തരും. മനുഷ്യൻ നമ്മളെ മാനിച്ചില്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒറ്റപ്പെടേണ്ടതായി വരും. സത്യം ചിലപ്പോൾ അവിടെ മറ്റുള്ള 10 പേര് കൂടി നിന്നുകൊണ്ട് അസത്യം പറഞ്ഞാൽ അവരല്ലേ വിശ്വസിക്കത്തുള്ളൂ. മോശയുടെ കാലത്തും അങ്ങനെ സംഭവിച്ചു. ജനാധിപത്യ മര്യാദ ഒന്നും ഇല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു മറുപടി പറയാൻ പോയാൽ ചില സന്ദർഭങ്ങളിൽ അത് ഫലിക്കാതെ വരും. എന്നാൽ അതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഭക്തി അഭിനയിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അഭിനയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. നടിക്കുക, അഭിനയിക്കുന്ന ആളുകളെ നമ്മളെന്തോ പേര് പറയുന്നത്? നടന്മാരും നടിമാരും. അപ്പം ആത്മീയ ലോകത്തും അനേക നടന്മാരും നടിമാരുണ്ട്. അവിടെ യഥാർത്ഥ ലൈഫില് അതില്ല. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ നിങ്ങൾ കണ്ടു കാണും, പോലീസായിട്ടൊക്കെ ആക്ട് ചെയ്ത ഒരുത്തനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു ദിവസം നമ്മളെയും ഇതുപോലെ അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരും. ഈ ഭക്തന്മാരായിട്ട് അഭിനയിക്കുന്നതിന് വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ ഇത് തെളിഞ്ഞു വരുന്ന സന്ദർഭം ഞാൻ പറഞ്ഞല്ലോ, ഒരു സന്ദർഭം വരാൻ പോവുകയാണ്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രധാനമായിട്ട് 3 പ്രധാന അത്ഭുതങ്ങൾ കാണും. അതൊരു ഭക്തൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. നാം കാണുമെന്ന് വിചാരിച്ച പലരും അവിടെയില്ല. മുൻനിരയിൽപ്പെട്ട പലരും സ്വർഗത്തിൽ കാണുന്നില്ല. അതൊരു വലിയ അത്ഭുതമാണ്. 2ാമത്തെ കാര്യം, നാം വിചാരിക്കാത്ത പലരും അവിടെയുണ്ട്. 3ാമത്തെ അത്ഭുതം പറഞ്ഞാൽ നമ്മൾ തന്നെ എങ്ങനെ അവിടെ ചെന്നു എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് മാറും. നമുക്ക് എതിരെ കല്ലെറിയുന്ന ആളുകൾക്കെതിരെ ഞാൻ കല്ലെറിയരുത്. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ പറയുകയുണ്ടായി. മോശയെ ജനം കല്ലെറിയുവാനായിട്ട് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മോശയെ ജനം കല്ലെറിയുവാനായിട്ട് കലഹം മൂത്ത് കഴിഞ്ഞപ്പോൾ അവർ കല്ലെറിയുവാനായിട്ട് തുടങ്ങി. അപ്പോൾ മോശ എന്താണ് ചെയ്തത്? മോശ
ദൈവത്തോട് നിലവിളിച്ചു. നിനക്കെതിരെ കല്ലെറിയുന്നവർക്കെതിരെ നീ കല്ലെറിയുവാനല്ല പോകേണ്ടത്. നീ നിലവിളിച്ചാൽ മതി. നീ നിലവിളിച്ചു കഴിയുമ്പോൾ നിന്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നവനായ ദൈവം, നിന്നെ എവിടെ താഴ്ത്തിയോ അവിടെ ഉയർത്തുന്നവനായ ഒരു ദൈവം, ഹല്ലേലൂയ, നിന്നെ മാനിച്ചുയർത്തുന്നവനായ ഒരു ദൈവം ആണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഓർക്കണം, ഇന്നാണെങ്കിൽ മോശമാർ എന്താ ചെയ്യുന്നത്? അവരുടെ ഭാഗത്ത് കല്ലെറിയാൻ കഴിവുള്ള ആൾക്കാരെ പിടിച്ചു നിർത്തിയിട്ട് തിരിച്ച് കല്ലെറിയിക്കുക. അതല്ല ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ, നിനക്കെതിരെ കല്ലെറിയുന്നവർക്കെതിരെ ദൈവത്തോട് കരയുക. ഹല്ലേലൂയ. നീ മുട്ടിന്മേൽ നിന്ന് കരയുന്ന ഒരുവനാണെങ്കിൽ നിന്റെ കണ്ണുനീരിനെ മറികടക്കുവാൻ ദൈവത്തിന് കഴിയത്തില്ല. നീ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവനാണെങ്കിൽ നീ മറ്റാരുടെയും മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരികയില്ല. നീ ദൈവത്തിൻ്റെ മുൻപിൽ കണ്ണുനീരൊഴുക്കുന്നവനാണെങ്കിൽ നീ മറ്റാരുടെയും മുമ്പിൽ കണ്ണുനീരൊഴുക്കേണ്ടി വരികയില്ല. നിന്റെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. മോശയ്ക്കെതിരെ ജനം കലഹിച്ചു. എന്നിട്ട് അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്, മോശയും അഹരോനും നീതി പാലിക്കുക. അപ്പമില്ല, വെള്ളമില്ല, മുദ്രാവാക്യങ്ങൾ. കലഹം മൂത്തപ്പോൾ അവർ പല കാര്യങ്ങൾ ചെയ്തു കാണും. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ അവൻ കല്ലേലല്ല നോക്കിയത്, അവൻ എന്തോ ചെയ്തു? സ്വർഗത്തേക്ക് നോക്കി. ഹല്ലേലൂയ. ദൈവമക്കളെ, കല്ലേ നോക്കേണ്ട കാര്യമില്ല. കല്ലുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. എന്നാൽ കല്ലേലല്ല നീ നോക്കേണ്ടത്. ഹല്ലേലൂയ. നീ നോക്കേണ്ടത് ദൈവത്തിൻ്റെ മുഖത്തേക്കാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് അതിനിടയാക്കട്ടെ. ഞാൻ എൻ്റെ സമയം കഴിയുന്നതിനാൽ പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു നടന്ന സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇതുപോലൊരു സുവിശേഷ യോഗം നടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു സ്ത്രീ കടന്നു വന്ന് ഈ പ്രസംഗിച്ച ദേവദാസനെയും കൊണ്ട് അവരുടെ ഭവനത്തിലേക്ക് കടന്നുപോയി. ആ സ്ത്രീ കടന്നു വന്ന് പറഞ്ഞു, ഇന്ന് സഹോദരി വന്ന് പറഞ്ഞു, ഇന്ന് പാസ്റ്റർക്ക് ഞങ്ങളുടെ ഭവനത്തിലാണ് ഊണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ വരണം. പുള്ളി ഊണെല്ലാം കഴിഞ്ഞ് കൈ കഴുകി കഴിഞ്ഞപ്പോൾ ആ കാർ പോർച്ചിലേക്ക്, നാട്ടിൽ നടന്ന സംഭവമാണ്, കാർ പോർച്ചിലേക്ക് വളരെ വേഗത്തിലൊരു കാറ് കടന്നു വന്ന് ബ്രേക്ക് ചവിട്ടി വളരെ ദേഷ്യത്തോടെ ഒരാൾ ഭവനത്തിനുള്ളിലേക്ക് കടന്നു വന്നു. വന്നുടനെ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ സഹോദരി പറഞ്ഞു, അച്ഛാ ഇരിക്കും, ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ എപ്പോഴും പ്രാർത്ഥനയ്ക്കായിട്ടൊരു മുറിയുണ്ട്. നമ്മുടെ വീടുകളിൽ എത്രയിടത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് മാത്രം മുറിയുണ്ട്? നമുക്കെല്ലാ മുറിയുണ്ട്. ബാത്റൂമുണ്ട്, ലിവിങ് റൂമുണ്ട്, കിച്ചണുണ്ട്. പ്രാർത്ഥനയ്ക്കായിട്ട് മാത്രം മുറിയുള്ള വീടുകൾ എത്ര ഉണ്ട് നമുക്ക്? ഹിന്ദുക്കളുടെ ഭവനത്തിൽ പോലും പ്രാർത്ഥനാ മുറിയുണ്ട്, അവർക്ക് പ്രത്യേകം. പക്ഷേ നമ്മുടെ ഭവനങ്ങളിൽ പലപ്പോഴും പ്രാർത്ഥനാ മുറിയില്ല. ഒരു പ്രാർത്ഥനാ മുറി അതിനുവേണ്ടി വേർതിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സമയങ്ങൾ നമ്മൾ വേർതിരിക്കണം. ഈ സ്ത്രീ അവിടെ ഒരു പ്രാർത്ഥനാ മുറിയുണ്ട്, ഈ ആളിനെ വിളിച്ച് അവിടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവദാസൻ ചോദിച്ചു, എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ചീത്ത വിളിക്കുന്ന ആളല്ല, പക്ഷേ ഞാൻ ചീത്തയൊക്കെ കാണാതെ പഠിച്ചുകൊണ്ടാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവരെ എനിക്ക് 2 ചീത്ത വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവൾ ഈ രീതിയിലാണ് പെരുമാറുന്നത്. എല്ലാം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഒന്നും പറയാൻ വയ്യാതെ, ഒരു ചീത്ത വർത്താനം പറയാൻ വയ്യാതെ ഞാൻ ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ 40 ലക്ഷം രൂപ ഇവരെനിക്ക് ഞാൻ കടം കൊടുത്തിട്ടുണ്ട്, ഇവരെനിക്ക് തരാനുണ്ട്. ഈ സ്ത്രീയെ ഇവരിങ്ങനെ പുള്ളിക്കാരൻ പറയുന്നത്, ഇങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ പൈസ 40 ലക്ഷം രൂപ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ദേവദാസ എന്ന് പറഞ്ഞ് പുള്ളി വളരെ ഇതായിട്ട് പറഞ്ഞ് പുള്ളി ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ദേവദാസൻ ചോദിച്ച കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ദേവദാസ ഞങ്ങൾക്ക് 40 ലക്ഷം രൂപ അല്ല, 1,40,00,000 രൂപ കടമുണ്ട്, 1 കോടി പലർക്കായിട്ട് കൊടുക്കാനുണ്ട്. അവർ ആ പ്രദേശത്തെ ഏറ്റവും ധനികരായ വലിയ ആളുകളായിരുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കാം, ഞാൻ പേര് പറയുന്നില്ല. 12 മുറി കടയും അതിനുള്ള സാഹചര്യങ്ങളും വലിയ ബിസിനസ്, റബ്ബർ തോട്ടം, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഒത്തിരി സ്വത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം നഷ്ടപ്പെട്ടു, ബിസിനസ് എല്ലാം പൊട്ടി, ബാങ്ക്രപ്റ്റായി, നിരാശയിൽ കഴിയാണ്. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞൊരു വാക്ക്, എൻ്റെ പിതാവ് സമ്പന്നനാണ്. 1,40,00,000 രൂപ കടമുള്ള ആരും ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ മോർഗേജ് ഒഴിച്ചാൽ. ഹല്ലേലൂയ. ദൈവമക്കളെ, അത്രയും കടമുള്ള ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ പിതാവ് സമ്പന്നനാണ്, എൻ്റെ പിതാവ് സമ്പന്നനാണ്. ഹല്ലേലൂയ. അവർ വിശ്വാസത്തോടു കൂടി മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു കുഞ്ഞ് എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇയർ പഠിച്ച് പാസ്സായി. അവൻ അമേരിക്കയിൽ ഒരു ജോലി കിട്ടി. 60,000 ഇന്ത്യൻ റുപ്പീസ് ശമ്പളത്തിനാണ് വന്നത്. അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ
അവൻ്റെ ചെയറിൽ നിന്ന് ഇറങ്ങി അവൻ്റെ ഓഫീസിൽ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പല പ്രാവശ്യം പ്രാർത്ഥിക്കും ഒരു ദിവസം. ഭക്തിയിൽ വളർത്തിക്കൊണ്ട് വരുന്ന കുഞ്ഞുങ്ങൾ അത് തന്നെ മാതൃകയായിട്ട് പിന്തുടരും. അവനത് കാണിക്കുന്നത് കണ്ടപ്പോൾ ഇത് ക്യാമറയിൽ കൂടി സായിപ്പിൻ്റെ കമ്പനിയായിരുന്നു, പുള്ളിക്കാരൻ ക്യാമറയുണ്ട്, ഓരോ ഓഫീസിലും വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് ദിവസമായപ്പോൾ അദ്ദേഹം അവനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ കാര്യം, നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മമ്മിക്കും ഡാഡിക്കും 1,40,00,000 രൂപ കടമുണ്ട്, അത് വിടണം. അന്നേരം സായിപ്പ് പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളില്ല, ഞാൻ നിന്നെ ദത്തെടുക്കാം, എനിക്ക് ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ വർത്തുണ്ട്, അത് ഞാൻ നിൻ്റെ പേരിൽ എഴുതി വരാം. അന്നേരം അവൻ പറഞ്ഞു, എനിക്കത് വേണ്ട, ഞാൻ എൻ്റെ ഡാഡിക്കും മമ്മിക്കും ഏക മകനാണ്, അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഇങ്ങനെ ജോലി ചെയ്ത് മുൻപോട്ട് പോകാനായി ഒരവസരം തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ആ കുഞ്ഞ് ഇത്ര വിശ്വസ്തമായി ഇങ്ങനെ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം തന്നെ അവൻ്റെ ശമ്പളം $5,000 അദ്ദേഹം ഇൻക്രീസ് ചെയ്തു. $5,000 ഇൻക്രീസ് ചെയ്തു. അവരുടെ കടങ്ങളെല്ലാം ഏതാനും ദിവസങ്ങൾ കൊണ്ട് വീടുവാൻ തക്കണോടെയായി. അതിനുശേഷം അവർക്ക് മനോഹരമായ സ്വന്തമായി അവർ താമസിച്ചുകൊണ്ടിരുന്ന വീടെന്ന് പറയുന്നത് വാടക വീടായിരുന്നു. അത് മാറി സ്വന്തമായ ഒരു വീട് വാങ്ങിക്കുവാൻ തക്കണോടെയായി. ദൈവമക്കളെ, അതിശയം പ്രവർത്തിക്കുന്നവനായ ദൈവമാണ് എൻ്റെ ദൈവം. നീ ദൈവദാസന്മാരെ മാനിച്ചാൽ, നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, നിന്റെ ജീവിതം ഒരു യഥാർത്ഥ ഭക്തയായി നീ ജീവിച്ചാൽ നിശ്ചയമായിട്ടും നിന്നെ മാനിക്കുവാൻ കഴിവുള്ളവനായ ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ദൈവം നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നാൾതോറും നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുവാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. മറ്റാരും നനയ്ക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അത്യന്തം പരമായി നിന്നെ നടത്തുവാൻ കഴിവുള്ളവൻ. നിന്റെ ബുദ്ധിമുട്ടൊക്കെയും അവന്റെ ധനത്തിൽ ഒത്തവണ്ണം തീർത്തു തരുവാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ അടുത്ത് തന്നെ, ഹല്ലേലൂയ, നിന്നെ അധികം ദൂരത്തല്ലാതെ തന്നെ നിനക്ക് വേണ്ടി കടന്നു വന്നവൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടിപ്പുണ്ട്. ഹല്ലേലൂയ. നീ കൈ നീട്ടി തൊട്ടാൽ ഇന്ന് പകൽക്കാലം നീ വിടുതൽ പ്രാപിച്ച് കടന്നു പോകും. ഹല്ലേലൂയ. അവനെ തൊടുന്നവരും അവൻ തൊട്ടവരും ഹല്ലേലൂയ സൗഖ്യം പ്രാപിച്ച് കടന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ക്രമീകരിക്കാം. ഹല്ലേലൂയ. നമുക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നിശ്ചയമായിട്ട് നമുക്കൊരു ഭക്തനായി ജീവിക്കാൻ തന്നെ കഴിയും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കാൻ ദൈവം സ്തോത്രം. അകത്തും പുറത്തും വിശുദ്ധരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. സമയമില്ലെങ്കിലും ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചിട്ട് കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ടതായ സന്ദേശം നമ്മെ അറിയിച്ചു. നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യണമെന്നും ഒക്കെയും അനേക കാര്യങ്ങൾ ഓർപ്പിച്ചു. എന്നാല് പ്രശസ്തനായ ഒരു കർത്താവിന്റെ ദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതി നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കാം. FB മായർ എന്ന് പറയുന്ന, ഞാൻ അനേക പുസ്തകങ്ങൾ അദ്ദേഹത്തിന് വായിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവ് തൻ്റെ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത, മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത ചില പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ താല്പര്യമായി വായിക്കുന്ന, എൻ്റെ പിതാവ് വായിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പുസ്തകം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചിട്ട് പിന്നെ അടുത്ത സെഷനിലേക്ക് കടക്കാൻ സ്തോത്രം. താന് വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ കർത്താവ് ദർശനത്തിൽ തന്നോട് പറഞ്ഞു, ഞാന് നിനക്ക് 21 മുറിയുള്ള ഒരു വീടുണ്ടാക്കി തരാം. അതിന് 21 ആ മുറികളിലും അതിനുള്ള കീസും നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. പക്ഷെ ഒരു കാര്യം മാത്രം, ഞാൻ എപ്പോൾ വന്നാലും ആ 21 കീയും നീ എന്നെ ഏൽപ്പിക്കണം. ആ എല്ലാ റൂമുകളിലും എനിക്ക് എപ്പോഴും പ്രവേശനം ഉണ്ടായിരിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവേ, അതെന്നെ കൊണ്ട് സാധിക്കത്തില്ല. എല്ലാ 20 കീ ഞാൻ തരാം, ഒരു കീ ഞാൻ തരത്തില്ല. കർത്താവിനോട് വാദിച്ചു. കർത്താവ് അവനോട് പറഞ്ഞു, ഈ 21 മുറികളിൽ എനിക്ക് പ്രവേശനമില്ലെങ്കിൽ എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. താൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കർത്താവ് ഏതായിരുന്നു തന്റെ ജീവിതത്തിലെ കർത്താവിന് തുറന്നു കൊടുക്കാൻ കഴിയാതിരുന്നാൻ പറഞ്ഞില്ല എങ്കിലും മുഴുവനുമായി കർത്താവിന് തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനെ ധാരാളമായി ഉപയോഗിക്കാൻ തുടങ്ങി. അനേക ആത്മാക്കൾ തന്റെ ശുശ്രൂഷയിൽ കൂടെ മുന്നോട്ട് വരാൻ ഇടയായി തീർന്നു. അനേക പുസ്തകങ്ങൾ എഴുതുവാൻ ഇടയായി തീർന്ന സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കാൻ അറിയാതെ ഏതെങ്കിലും മുറി നിന്റെ കയ്യിലുണ്ടോ? യേശുവിന്റെ നാമത്തിൽ
കർത്താവിന് പ്രവേശനമില്ലാത്ത ഏതെങ്കിലും ഹല്ലേലൂയ കാര്യം നിന്റെ ജീവിതത്തിലുണ്ടോ? ഇന്ന് രാവിലെ ഒരു പ്രാവശ്യം എൻ്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാനും എന്നെ തന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ദിവസമായി തീരട്ടെ. ഒരു വലിയ പരിവർത്തനം പ്രാപിച്ചവരായിരുന്നു മടങ്ങിപ്പോകാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ സമയത്ത് കർത്താവിൻ്റെ ദാസൻ ബ്രദർ കോശിയം വർഗീസ് ന്യൂയോർക്കിൽ നിന്ന് കടന്നു ഓഫറിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷമായിട്ട് ഒരു ഗാനം ആലപിക്കുമെന്ന് ഓഫറിങ് എടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ കോൺഫറൻസിൽ ഞങ്ങൾക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളെ ആത്മീയമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഈ അവസരം ഞങ്ങൾക്ക് നൽകി തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വലിയേറിയ ദാസന്മാര് ദൈവവചനത്തിന് ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നതായ ഭക്തിക്കൊത്തതായ ജീവിതം നയിക്കേണ്ടതിനുള്ളതായ ഉപദേശങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങള് ഹല്ലേലൂയ ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളെ ഭൗതികമായ വിഷയങ്ങളും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവദാസന്മാർ യാതൊന്നിനും മുട്ടില്ലാതെ യാതൊന്നിനും കുറവില്ലാതെ അനുഗ്രഹിക്കുന്നവനായ ദൈവത്തിന്റെ സകല നന്മകളായാലും നിറയ്ക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ കർത്താവേ, ഈ ഓഫറിങ്ങിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങളെ തുറന്ന് എല്ലാ ആവശ്യങ്ങളും നടത്തി തരാമെന്ന് വാഗ്ദത്തമുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവിധമായ നന്മകളാലും ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണ്, ആത്മീയമായും ഭൗതികമായും. ഹല്ലേലൂയ. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞങ്ങൾ എന്തുള്ളൂ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ കോൺഫറൻസിന്റെ ആവശ്യങ്ങളെല്ലാം ഹല്ലേലൂയ നന്നായി നടത്തി കൊടുക്കുവാൻ തക്കോണം കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഹല്ലേലൂയ അടികളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. കഴിയുമെങ്കിൽ എല്ലാവർക്കും മുമ്പിലോട്ട് കയറിയിരിക്കാമോ, ചേർന്നിരിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഉസ്സയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവ് കാണുന്ന ദർശനം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. സാറാഫുകൾ രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ഒരുത്തൻ മറ്റൊരു ദൂതനോട് പറയുന്ന കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തെ സ്തുതിക്കുന്നു, മറ്റുള്ളവർ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും യേശുവിടെ കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ സ്തുതി സോദരനെ സ്വീകരിക്കാൻ. എന്നാൽ നാം സ്തുതിക്കുന്നത് മറ്റുള്ളവരോട് കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും അടുത്തിരുന്നാൽ സ്തുതിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ ദൈവനാമത്തിന് മഹത്വമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പുത്തനാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമെന്ന് ഒരു പ്രത്യാശകരമായ ദൈവം സ്തുതിക്കാമല്ലോ. യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞുപോകുന്നേ. പുത്തനാം യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞുപോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജൻ യേശുവോടു കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജൻ യേശുവോടു കൂടെ വാഴുമേ. നീതി സൂര്യ ശോഭയാൽ നല്ലൊരു മാറും നീതിയും അനീതിയും അങ്ങില്ല ദേശവും. നീതി സൂര്യ ശോഭയാൽ നല്ലൊരു മാറും നീതിയും അനീതിയും അങ്ങില്ല ദേശവും. സന്തോഷ ശോഭന ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. സന്തോഷ ശോഭന ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. ശോകം ദുഃഖം യുദ്ധം യുദ്ധജാതികളും ഓടുമെല്ലാം യേശുരാജൻ ദൂരെ മാറുന്നു. ശോകം രോഗം യുദ്ധം യുദ്ധ
വീട്ടിൽ കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചുക രാജരാജനേശുവോടു കൂടെ വാഴുമേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചുക രാജരാജനേശുവോടു കൂടെ വാഴുമേ സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന സിദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന സിദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടൂ ദുഃഖം നെടുവിപ്പോ സർവ്വവും തീർന്നിടൂ ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടൂ ദുഃഖം നെടുവിപ്പോ സർവ്വവും തീർന്നിടൂ നിത്യ നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും നിത്യ നിത്യ സന്തോഷം ശിരസിൽ ആവഹിച്ചവർ നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും പുത്രനാവേറുശലേമിലെത്തും കാലമോർക്കുന്നു ഇത്രയും ഖേദമെല്ലാം മാഞ്ഞുപോകുന്നേ പുത്രനാവേറുശലേമിലെത്തും കാലമോർക്കുന്നു ഇത്രയും ഖേദമെല്ലാം മാഞ്ഞുപോകുന്നേ കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോടു കൂടെ വാഴുമേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോടു കൂടെ വാഴുമേ കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോടു കൂടെ വാഴുമേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനേശുവോടു കൂടെ വാഴുമേ സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന സിദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന സിദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ്വദൈവ മക്കളും ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടൂ ദുഃഖം നെടുവിപ്പോ സർവ്വവും തീർന്നിടൂ ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടൂ ദുഃഖം നെടുവിപ്പോ
യേശുവോടു കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജൻ യേശുവോടു കൂടെ വാഴുമേ. രാജരാജൻ യേശുവോടു കൂടെ വാഴുമേ. ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ ഒരു പ്രകടനം ഉണ്ടായിരുന്നു എന്നുള്ളത് കേൾക്കുന്നത്. എന്നാൽ ഈ കർത്താവിന്റെ ദാസിന് 6 മാസവും ഞങ്ങളോട് ചേർന്ന് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവദാസനാണ്. നല്ലവണ്ണം പാടുവാൻ എനിക്ക് കഴിവുണ്ട്. ദൈവം അതുമൂലം തന്നെ ധാരാളം തന്നെയും തന്റെ സഭയും അനുഗ്രഹിച്ചെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവസാനത്തെ ആഴ്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡിസൈഡ് ചെയ്തല്ല, ഞാൻ ചെയ്തു നമുക്ക് ഈ കോൺഫറൻസിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാനും ഭാര്യയും ഞങ്ങൾ ഒരു ദിവസം ഉപവസിച്ചു. അദ്ദേഹം തിങ്കളാഴ്ച മുഴുവനും ഉപവസിക്കാമെന്ന് ഏറ്റെടുത്തു. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഈ ആഴ്ച മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ കർത്താവിന്റെ ദാസൻ അങ്ങനെ തീർച്ചയാതെ ചെയ്തു. അതുമൂലമായി കോൺഫറൻസിന് വലിയ അനുഗ്രഹമായി ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം അവിടെ എല്ലാവരും പ്രാർത്ഥിച്ചത് അതേ നമുക്ക് പ്രയോജനമായി തീർന്നു. തുടർന്ന് കർത്താവിന്റെ ദാസന് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിന് സകല മഹത്വം നമുക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ താനെ സംസാരിപ്പാൻ പോകുന്ന വിഷയം ഹൗ ടു ലിവ് ഗോഡ്ലി ആ വിഷയമാണ്. അതെ, നമുക്ക് പ്രാർത്ഥനയോട് ചില മിനിറ്റോടായിരിക്കാം. അതെ, നിങ്ങൾ സമയത്തിന് ലഞ്ച് കഴിപ്പാൻ പോകാൻ സാധിക്കും. പ്രാർത്ഥനയോട് ഇരുന്നാട്ട്. സ്തോത്രം. ഇപ്രകാരം എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ് ജോൺ, ഈ നാക്കോക്ക് കോൺഫറൻസിന്റെ ഭാരവാഹികളായ എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ ബഹുമാന്യനായ സാംകുച്ചാന് പറഞ്ഞതുപോലെ ഈ കോൺഫറൻസിന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ഇവർ രണ്ടുപേരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കോൺഫറൻസിന് കടന്നു വന്ന് ഓരോ സ്റ്റേറ്റുകളിൽ നിന്നും കോൺഫറൻസിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഈ വചനത്തിന്റെ വെളിച്ചം നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ സ്റ്റേറ്റിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ രൂപാന്തരം പ്രാപിച്ച് വിളക്കുകളായി കടന്നു പോകണം. അതാണ് ഈ കോൺഫറൻസിന്റെ ഉദ്ദേശം. നല്ല റൂമുകളല്ല, നല്ല പ്രസംഗം കേട്ട് കടന്നുപോയി എന്നല്ല,
നല്ല പാട്ടുകൾ ശ്രവിച്ച് കടന്നുപോയി എന്നല്ല, നല്ല വസ്ത്രങ്ങൾ ധരിച്ച് കടന്നു വന്നു എന്നല്ല, കൂട്ടായ്മകൾ എന്നല്ല. ഈ അന്ത്യനാളുകളിൽ ആവശ്യമായിരിക്കുന്ന ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന ഒന്നാണ് ദൈവഭക്തിയോടുകൂടെ ദൈവജനം ജീവിക്കേണ്ടതിനുള്ളതായ ആവശ്യകത. ആ ആവശ്യകതയെ നിലനിർത്തിക്കൊണ്ടാണ് ഈ കോൺഫറൻസ് ഈ ദിവസങ്ങളിലൂടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ഉച്ച സമയത്ത് ദൈവത്തിന്റെ ആലോചന കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിങ്ങൾക്കുള്ളതായ ഏറിയൊരു റെസ്പോൺസിബിലിറ്റി ഈ കോൺഫറൻസിൽ ഉണ്ട് എന്ന് ആദ്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ, ഹല്ലേലൂയ, അത് നിങ്ങളുടെ ദേശത്തിന് അനുഗ്രഹമായി തീരണം. നിങ്ങൾ മുഖാന്തരം അത് നിങ്ങളുടെ സഭയ്ക്ക് അനുഗ്രഹമായി തീരണം. നിങ്ങളുടെ കൂട്ട് ഫ്രണ്ട്സ്, നിങ്ങളുടെ അയൽവാസികൾക്ക് അത് അനുഗ്രഹമായി തീരണം. ഈ ദിവസങ്ങളിൽ ഒന്നിൽ നമ്മുടെ കർത്താവ് വരും. പാട്ടുപാടിയതുപോലെ തേജസ്സേറും മോഹന കിരീടം ചൂടുവാൻ തക്കവണ്ണം തേജസ്സിൽ കർത്താവ് ഒരു ദിവസം, ഈ ദിവസത്തിൽ ഒന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഗാഡ്ലി ആയിട്ട്, ദൈവത്തിന്റെ സ്വരൂപമായിട്ട്, ദൈവത്തിന്റെ സാദൃശ്യമായിട്ട് ഈ ഭൂമിയിൽ, ഹല്ലേലൂയ, ഓരോ ദിവസവും ഉയർത്തപ്പെടുന്നതായ ദൈവത്തിന്റെ പൈതലിന്റെ ശരീരത്തിന്റെ രൂപാന്തരത്തിന്റെ, ഹല്ലേലൂയ, ക്ലൈമാക്സ് ആണ്, ക്ലിക്ക് പോയിന്റ് ആണ് കർത്താവിന്റെ വരവിന്റെ കാഹളനാദം. പ്രൈസ് ദി ലോർഡ്. അത് ഗോഡ്ലി ആയിട്ട് അവനവന്റെ ശരീരത്തെയും, ഹല്ലേലൂയ, മനസ്സിനെയും ആത്മാവിനെ ഒരുപോലെ രൂപാന്തരപ്പെടുത്തി ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് കേൾക്കുവാൻ കഴിയുന്ന ഒന്നാണ് കാഹളനാദത്തിന്റെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഗോഡ്ലി ആയിട്ട് ജീവിക്കേണ്ടത് ദൈവത്തിന്റെ കാഹളനാദത്തെങ്കിൽ കഷ്ടതയില്ലാത്ത നാട്ടിലേക്ക്, പട്ടിണിയില്ലാത്ത നാട്ടിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആവശ്യമാണ്. അതിൽ കുറഞ്ഞ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടുവാൻ ഏറ്റവും ആവശ്യമാണ്. നല്ലൊരു പാട്ട് മനോഹരമായിട്ട് നമുക്ക് കേൾക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ജീവിതത്തിൽ ദിവസങ്ങൾ ആവശ്യമായി മാറുവാൻ ഇടയായി തീരുമാനാകട്ടെ. ദൈവത്തിന്റെ വചനം കഴിഞ്ഞ ഇന്നലെ മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റവറൻഡ് ബെൻഷി മാത്യുവിലൂടെ, റവറൻഡ് രാവിലെ സമയം ജോൺസൺ സക്രിയയിലൂടെ, എനിക്ക് മുൻപായിട്ട് കർത്താവദാസൻ റവറൻഡ് മാത്യു തോമസിനോട് നിന്ന്, അല്പം മുമ്പായിട്ട് റവറൻഡ് സണി താഴമ്പള്ളം, ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത്? വാട്ട് ഈസ് ഗോഡ്ലിനെസ്? ഹു ഈസ് ഗോഡ്ലി? എനിക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം ഹൗ ടു ബി ഗോഡ്ലി. അതിൻ്റെ കൂടെ ഒരു വാക്കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ ആൻ അൺഗോഡ്ലി വേൾഡ്. ഹല്ലേലൂയ. ഈ ലോകം എന്ന് പറയുന്നത് മനോഹരമായി, ഇതൊരു നല്ലൊരു വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ, ക്രിയേഷൻ മുതൽ ഇങ്ങോട്ട് എടുത്താൽ ഏറ്റവും മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്, നരേറ്റ് ചെയ്ത് അവതരിപ്പിക്കത്തക്ക ഒരു വാക്യമാണ് ഈ വാക്യം. 1 തീമോഥെയോസ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം വാക്യങ്ങളിൽ. കാരണം ഈ ലോകം എന്താണ്? ആദ്യം ലോകമല്ലേ നമുക്ക് മനസ്സിലാകുന്നത്. ലോകമെന്ന് പറയുമ്പോൾ മനുഷ്യരില്ലാതെ ലോകമില്ല. വചനം പറയുന്നു, ഈ ലോകത്തെ മനോഹരമായി ദൈവം സൃഷ്ടിച്ചാക്കി. ലോകത്തിൽ മനോഹരമായ സസ്യങ്ങളും മൃഗങ്ങളും മാത്രം പോരാ, മനുഷ്യൻ ആവശ്യമാണെന്ന് ദൈവം മനസ്സിലാക്കിയിട്ട് വചനം പറയുന്നു, ആദിയിൽ ദൈവം എന്തിനെ കൂടെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു, ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി? ദൈവഭക്തിയിൽ ജീവിക്കുവാൻ. ദൈവം സൃഷ്ടിച്ചാക്കിയ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. ഈ ലോകത്തിൽ ഭക്തിയോടുകൂടെ ജീവിക്കുന്ന ഒരു കുടുംബം ഏദൻ തോട്ടത്തിൽ ആരംഭിക്കണമെന്നോ? എന്നാൽ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതൊന്നുണ്ട്. എന്താ? ആ ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച ദൈവഭക്തിയിൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവഭക്തിയുടേതായ സാദൃശ്യം ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ആരംഭിച്ചതായ കുടുംബം പരാജയപ്പെട്ട ചരിത്രമാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ ദൈവഭക്തി 100%
ഫെയിലിയർ ആയ ഒരു സന്ദർഭമാണ് ഏദൻ തോട്ടം, ഇല്ലേ? Anybody else is there in the Garden of Eden? Did anybody else is there? No. Only Adam and Eve. അപ്പോൾ ആദാമും ഹവ്വയും പരാജയപ്പെട്ടപ്പോൾ 100% ഫെയിലിയേഴ്സ് ആണ് ഏദൻ തോട്ടത്തിൽ ദൈവം അനുഭവിക്കുവാനിടയായി തീർന്നത്. നോക്കുക, ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് പലതുണ്ട്. അങ്ങനെ നിങ്ങൾ ഓരോ ചരിത്രവും പഴയ നിയമത്തിൽ എടുത്തു വന്നാൽ പരാജയപ്പെട്ട ഒത്തിരി ചരിത്രങ്ങൾ കാണാം. എന്നാൽ ഇതിന്റെ മധ്യത്തിലെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നതൊന്നുണ്ട്. അല്പജനം എന്ന് വെച്ചാൽ 8 പേർ മാത്രം എന്ത് ചെയ്തു? രക്ഷ പ്രാപിച്ചു. അപ്പോൾ എക്കാലവും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഈ ലോകത്തിൽ ജീവിക്കുന്ന ജനം എന്തിൽ ജീവിക്കണം? ദൈവഭക്തിയിൽ ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ ദൈവത്തിന് അത് കാണുവാൻ കഴിഞ്ഞില്ല. എക്കാലത്തെയും ചരിത്രം പറയുന്നത് ഒരു അല്പജനം, ഇല്ലേ? എലിയുടെ കാലം വന്നപ്പോൾ ജനം ഒത്തിരി ഉണ്ടായിരുന്നു, സഭയിൽ ഒത്തിരി ആരാധിക്കുവാൻ ആൾക്കാരുണ്ടായിരുന്നു, പുരോഹിതരുണ്ടായിരുന്നു, പുരോഹിതരുടെ മക്കളുണ്ടായിരുന്നു. ആരോടും സംസാരിക്കുവാൻ കഴിയാതെ വണ്ണം കോൺഫിഡൻസ് നഷ്ടപ്പെട്ട്, ബന്ധം നഷ്ടപ്പെട്ട് ജനം മുഴുവൻ കണ്ട അവസ്ഥയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഇതാ ഒരു കുടുംബത്തെ ദൈവം അന്വേഷിച്ചു ചെന്നു. ആ കുടുംബം എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അവൻ എല്ലാ വർഷവും എന്ത് ചെയ്യുമായിരുന്നു? ശീലോവാമിൽ നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ആ യാഗം കഴിക്കുവാൻ തക്കവണ്ണം പുറപ്പെടുമായിരുന്നു. ആര്? എൽക്കാനയും ഹന്നയും ഫെരിന്നയും. അങ്ങനെ പോകുമ്പോൾ അവരുടെ ജോലിക്കാരും ഒക്കെ കൂടെ എല്ലാവരും കൂടെ ചെല്ലുന്നേ. എന്നാൽ ആ കൂട്ടത്തിൽ, ആരാധിക്കുന്ന കൂട്ടത്തിൽ ഒരു ഹന്ന മാത്രം ഉണ്ടായിരുന്നു. എന്ത്? ഭക്തി വെളിപ്പെടുത്തി ദൈവത്തെ ഇറക്കി അവളുടെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം. അനേകരും യാഗം കഴിക്കുന്നുണ്ട്, യാഗത്തിന് കടന്നു പോകുന്നുണ്ട്, മാസവും ആരാധിക്കുന്നുണ്ട്, ആഴ്ചയിൽ ആരാധിക്കുന്നുണ്ട്. എന്നാൽ ഭക്തിയെ വെളിപ്പെടുത്തി ദൈവത്തെ അവരുടെ ജീവിതത്തിൽ ഇറക്കുന്ന, ഹല്ലേലൂയ, വിരളമായിട്ടുള്ള ആൾക്കാരെ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് രാവിലെ സമയം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പലരോട് വായിച്ചതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 29-ാം വാക്യത്തിൽ, അതിന്റെ 4-ാം അധ്യായം, തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് തുടങ്ങുന്നത്: എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശങ്ങളെ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. There's no hidden agenda in that. For the Holy Spirit, there's no hidden agenda. It is very clearly it says that, hallelujah, എക്കാലവും. അതിന് അമേരിക്കയിൽ മാത്രമല്ല കേട്ടോ. പലപ്പോഴും നമ്മൾ അമേരിക്കയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്, അമേരിക്കയിൽ ചൂണ്ടിക്കാണിക്കുന്ന നിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ താമസിക്കാത്തതായ പാപ്പുവ ന്യൂഗിനിയ, ഹല്ലേലൂയ, സൗത്ത് ആഫ്രിക്ക, സ്വാസിലാൻഡ്, ഇങ്ങനെയുള്ള പല രാജ്യങ്ങൾ നിങ്ങൾ പോയിക്കേ, ഇവിടത്തെക്കാളും പാപമംഗുലമായി ജീവിക്കുന്ന ജനമാണ് അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. പാപത്തിന് അമേരിക്കയെ കോംപ്രമൈസ് ചെയ്യണ്ട, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ വചനത്തെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് ജീവിക്കുവാൻ തക്കവണ്ണം അമേരിക്കയിലായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് നിനക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇന്ന് രാവിലെ സമയം നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. നശിക്കുവാൻ അവസരങ്ങൾ കൂടുതലാണ്, എന്നാൽ ജീവിക്കുവാൻ അതുപോലെ അവസരങ്ങൾ കൂടുതലുണ്ട്. എന്നാൽ ഇത് ഉപയോഗിക്കുന്നവന് മാത്രമേ അത് പ്രയോജനമായി തീരുകയുള്ളൂ എന്ന് നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലെ ഇതിനു മുമ്പ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ പോയ ശേഷം ആസിയയിലുള്ള ജനങ്ങളോട് പറയുകയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും
എന്ന് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ ആസിയയിലെ ജനങ്ങളെ ഉപദേശിക്കുന്നത് ഇപ്രകാരമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഭൂരിപക്ഷം നോക്കിയാൽ ഹല്ലേലൂയ ജനങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോകുവാൻ അവസരമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ജനമേ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് ആസിയയിലെ ജനങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് പകൽക്കാലം എനിക്ക് മുമ്പായിട്ട് കർത്താവിന്റെ സംസാരിച്ചപ്പോൾ ഹല്ലേലൂയ വാട്ട് ഈസ് ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞപ്പോൾ ഭക്തിയുടെ അതൊരു മർമ്മമാണെന്ന് പറഞ്ഞു, അതൊരു ഔഷധമാണെന്ന് പറഞ്ഞു, പകരമില്ലാത്തതാണെന്ന് പറഞ്ഞു. കർത്താവിദാസൻ സണ്ണി താഴപ്പള്ളി പറഞ്ഞപ്പോഴേ പറഞ്ഞു അത് നിങ്ങൾക്ക് ഏത് പിന്നെ ഹൂ ഈസ് ഗോഡ്ലി എന്ന് ചോദിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു അത് നിങ്ങൾക്ക് അറിയാം അല്ലേ, നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞു പറഞ്ഞു ആളുകൾ തങ്ങളുടെ ഓരോ വിപരീത മണ്ഡലങ്ങളെ ക്രമീകരിക്കേണ്ടതുണ്ട് അല്ലേ, ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗോഡ്ലി ആകുന്നത് ആരാന്ന് ചോദിച്ചാല് ജീവിതത്തെ ക്രമീകരിക്കുന്നവനാ. അപ്പോൾ ഈ ലോകത്തിന്റെ അവസരങ്ങളെ നോക്കിയാൽ, ലോകം എവിടെ നോക്കിയാലും, അത് ഇന്ത്യയിലല്ല എവിടെ നോക്കിയാലും ഈ ലോകം ഉൽപ്പത്തി പുസ്തകം മുതൽ നിങ്ങൾ വെളിപ്പാട് പുസ്തകം വരെയും പറയുന്നത് ലോകം ഇതിനെന്തല്ല, എന്തല്ല, ഇതിന് അനുകൂലമല്ല, യോഗ്യമല്ല. അത് എക്കാലമുള്ള ഒരു ചലഞ്ചാ. പ്രൈസ് ദി ലോർഡ്. ആ എക്കാലമുള്ള ചലഞ്ചില് ഹല്ലേലൂയ ലോകം യോഗ്യമല്ല. തിമോഥെയോസിന്റെ ലേഖനത്തില് ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നു. 2 തിമോഥെയോസ് 3:1 മുതൽ 5 വരെ പറയുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹം വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷണക്കാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നിന്ദിക്കപ്പെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാസ്യക്കാരും നിഗളികളും ദൈവപ്രീതിയില്ലാതെ ഭോഗപ്രീതിക്കായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. പകൽക്കാലം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, how you are going to respond this call. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അവരെ വിട്ടൊഴിയണം. ലോകം ഇതാണ്, നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള അവസരം ഇതാണ്, നിങ്ങൾക്ക് ചുറ്റുപാടും കാണുന്നത് ഇതാണ്. കാണുന്നതെല്ലാം നിങ്ങൾക്ക് എന്തല്ല, അനുകൂലമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടേതായ ചുറ്റുപാടി കാണുന്നതെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ, അനുകൂലമല്ല എന്ന് നമ്മുടെ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മൾ ഇതൊരു തെറ്റ് പറയട്ടെ, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് തെറ്റ് കണ്ടു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ വിളിച്ചു പറയുന്നതാ. എവിടെ ഇവിടെ ഇന്ത്യയിൽ ഒരു കാര്യം നടന്നാൽ അമേരിക്കയുടെ എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാർ വരും അറിഞ്ഞാച്ച് പറയുന്നറിയാമോ, അയ്യോ പോയേ നശിച്ചേ. രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. ആത്മീകനായിട്ട് നിങ്ങൾക്ക് കാണണമെന്നുള്ളത് ലോകത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നിങ്ങളെ കണ്ടിട്ട് വിളിച്ചു പറയുവാനല്ല. എന്നാൽ വേദപുസ്തകത്തിൽ ആത്മീകനായിട്ട് ഭക്തിയായിട്ട് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് ചില കാര്യങ്ങൾ കാണുവാന് ദൈവം നിനക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട്. അത് കണ്ടേച്ച് വിളിച്ചു പറയേണ്ടവരാ ദൈവത്തിന്റെ മക്കള്. ഭക്തിയുടേതായ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ നല്ല ഗുണങ്ങളെ, ദൈവവചന അടിസ്ഥാനത്തിലുള്ളതായ ഭക്തന്മാരെയും ദൈവവചനത്തിലുള്ളതായ കാര്യങ്ങളെയും മനസ്സിലാക്കി അത് ദിവസവും ഉരുവിടേണ്ടവരാണ് ദൈവത്തിന്റെ പൈതൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ അന്യായം നടക്കുന്നത് ഇഷ്ടം പോലുണ്ട്. നിന്റെ സഭയിൽ നടക്കുന്നു, നിന്റെ കൂട്ടുസഭയിൽ നടക്കുന്നു, ലോകത്തിൽ എന്തുമാത്രം നടക്കുന്നു, അതെല്ലാം വിളിച്ചു പറയാനൊക്കെ ഒക്കത്തില്ല. അതിന്റെ that's not your responsibility. Hallelujah. Your responsibility എന്ന് ചോദിച്ചാൽ ദൈവകാര്യങ്ങളെ മനസ്സിലാക്കി, ദൈവവചനങ്ങളെ മനസ്സിലാക്കി ആ കാര്യങ്ങളിൽ ഉറച്ചു നിന്നിട്ട് അത് വിളിച്ചു പറയുന്നവനാണ് ദൈവത്തിന് വേണ്ടത്. അവനോട് ദൈവഭക്തൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ലോകം ഇങ്ങനെയൊക്കെ പോവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോകം ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ ലോകത്തിന്റെ സ്ഥിതി ഇതാ. അപ്പൊ അതിന്റെ മധ്യത്തിൽ രാവിലെ സമയം കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി, നീ നശിച്ചു പോകരുതെന്നുള്ള താല്പര്യത്തില്ല ഈ തീം ഇവിടെ അവതരിപ്പിച്ച് കർത്താവിന്റെ ഇതൊക്കെ അറിയും ചെയ്തേക്കുന്നത്. നമ്മൾ ആരും നശിച്ചു പോകാതിരിക്കാതെ നശിക്കുന്നവർ നോക്കിയിട്ട് വേദപുസ്തകം പറയുന്നതുവാ, അടുക്കാകുന്നവർ ഇനിയും രാവിലെ സമയം റിപ്പീറ്റ് ചെയ്തു. എന്ത് ചെയ്യട്ടെ,
അഴുക്കായിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം വിശുദ്ധനെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നിന്റെ റെസ്പോൺസിബിലിറ്റി എന്തെന്ന് ചോദിച്ചാൽ ഭക്തിയിൽ നീ വിശുദ്ധനായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നീ അധികമായി വർദ്ധിപ്പിക്കണം, അത് നീ ഉറച്ചു നിൽക്കണം, അതിന് നീ ധൈര്യം കാണിക്കണം, അതിൽ നീ ഹല്ലേലൂയ വ്യാപൃതനായിരിക്കണം. അതിൽ നിനക്ക് എന്തെല്ലാം ചെയ്യുവാൻ കഴിയാമോ അതെല്ലാം നിനക്ക് ചെയ്യുവാനുള്ളതായ സ്വാതന്ത്ര്യം വചനത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകത്തിൽ പലതിനും സ്വാതന്ത്ര്യമില്ലെങ്കിലും വചനത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ കാര്യങ്ങൾ നിർത്തുക. ഇതാ ലോകം എന്നോ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 1 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ഈ ലോക 5-ാം വാക്യമല്ല, 4-ാം വാക്യം മുതൽ ആർക്കും ഒരാൾക്കൊന്ന് വായിച്ചേ. 1 തീമോഥെയോസ് 4:7 തന്നെ ഒന്ന് വായിച്ചേ. ഭക്തിവിരുദ്ധമായ നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന കിഴവി കഥകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവദാസന് എഫിമേറിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? എഫിമേറിനെ കുറിച്ച്. എഫിമേർ നല്ലൊരു റൈറ്ററാണ്. എന്നാൽ ദൈവഭക്തിയെ കുറിച്ച് ഏറ്റവും പറഞ്ഞിരിക്കുന്ന, ലോകത്തിൽ 70 വോളിയം 70 വോളിയംസ് എഴുതിയിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് വാച്ച്മാൻ നീ. I don't know how many of you have read this books by Watchman Nee. Watchman Nee ആണ് ഏറ്റവും ഈ ലോകത്തിൽ ദൈവഭക്തിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭക്തനായ ഒരു എഴുത്തുകാരനും ജീവിച്ച് ലോകത്തിൽ മരിച്ച ഒരു ദൈവഭക്തനും ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഭക്തിവിരുദ്ധമായ കിഴവി കഥകൾ എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് ഫേസ് ചെയ്തതായ ഒരു വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ പൗലോസ് ജീവിച്ചിരുന്ന ആ കാലത്തിൽ പ്രത്യേകിച്ച് ഗ്രീക്സിനോടും റോമൻസിനോടും ദൈവത്തിന്റെ സുവിശേഷവുമായി താൻ ഇറങ്ങിച്ചെടിച്ചപ്പോൾ താന് വളരെയധികം ക്ലെയിം ചെയ്യുവാനുള്ളതായ ഒരു വ്യക്തിയായിരുന്നെങ്കിലും കർത്താവിന് വേണ്ടി സകലവും ചപ്പന്നും ചവറൊന്നും എണ്ണിക്കൊണ്ട് ജീവിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഗ്രീക്സിന്റെ ഇടയിലും റോമൻസിന്റെ ഇടയിലും സുവിശേഷവുമായി കടന്നു ചെന്നപ്പോൾ 2 വിധത്തിലുള്ളതായ റെസ്പോൺസ് അപ്പോസ്തലനായ പൗലോസ് അനുഭവിക്കാനിടയായി തീർന്നു. ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ, നല്ല വചനം ഗ്രീക്സും റോമൻസും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അവരുടെ വല്യപ്പന്മാരെ കുറിച്ച്, ജനറേഷൻസിനെ കുറിച്ച്, അവരുടെ കൾച്ചറിനെ കുറിച്ച്, അവരുടെ ടോട്ടൽ ആഹാര രീതി, ജീവിത രീതി, ഇതൊക്കെ കുറിച്ച് ചേർത്ത് ഈ വചനത്തോട് പ്രസംഗിച്ചാൽ റോമൻസിനും ഗ്രീക്കിനും ഇത് കേൾക്കാൻ വലിയ ഇഷ്ടം. ആ ഒരു വാദം നമ്മളൊക്കെ ചില സമയത്ത് നല്ല കഥയൊക്കെ പറയുമ്പോൾ നല്ലോണക്ക് ചിരിക്കത്തില്ലേ? പലപ്പോഴും നമ്മൾ ചർച്ച വരുന്ന കഥയാ. ഞാനൊരിക്കലും പാസ്റ്ററോട് ഒരു സഹോദരനോട് പറഞ്ഞ പാസ്റ്ററെ ആരെങ്കിലും ഇന്ന് ഗസ്റ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല പ്രേക്ഷനോട്. അപ്പൊ പിന്നെ എല്ലാവരും ഒന്ന് ഉറങ്ങാനല്ലേ പോന്നേ? എനിക്കറിയത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞതാ, വേറൊരു പാസ്റ്റർ 1-2 പാസ്റ്റർമാരെയൊക്കെ വിളിച്ചാലേ അവര് കുറെ കഥകളും ഒക്കെ പറയും. അപ്പൊ കേട്ടിരുന്ന് ചിരിക്കാനൊക്കെ ഭയങ്കര രസമാണ് പ്രേക്ഷനോട്. ഇതൊക്കെയാണ് നമുക്ക് പലപ്പോഴും താല്പര്യം. ഗ്രീക്കിലുള്ളവരും റോമൻസും ഇതേ താല്പര്യമുള്ളവരായിരുന്നു. എന്തറിയാമോ? അവരുടേതായ താല്പര്യങ്ങൾ, അവരുടേതായ കൾച്ചർ രീതികള്, അവരുടേതായ പഴമകള്, അവരുടേതായ വല്യപ്പന്മാര് ചെയ്തത്, അവരുടെ കൾച്ചർ രീതികള് ഒക്കെ പറഞ്ഞാല് അതും കൂടെ ചേർത്ത് വചനത്തോട് പറയണം എന്ന് വാ തുറന്നല്ല എന്തൊക്കെ കേട്ടോണ്ടിരിക്കും. എന്നാൽ നിർമ്മല സുവിശേഷം പറഞ്ഞാൽ ഒരെണ്ണം അനങ്ങത്തില്ല. തിരിച്ചിറങ്ങി ചെല്ലുമ്പോൾ അപ്പോസ്തലനോട് പൗലോസിനോട് പറയും, വാട്ട് ഈസ് ദിസ് നോൺസെൻസ്? നമ്മുടെ ഇവിടുത്തെ ലാംഗ്വേജ് പറയാ, വാട്ട് ഈസ് ദിസ്? എന്തുവാ എന്ന് ചോദിച്ച അപ്പോസ്തലനായ പൗലോസ്, കർത്താവേ, ഞാൻ ഇന്ന് പകൽക്കാലം ഒരുക്കി കാത്തിരുന്ന് ദൈവത്തിന്റെ വചനം മുഴുവൻ യുവമാരോട് അറിയിച്ച എന്നാൽ നോക്ക് യുവമാരുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട അനുഭവങ്ങൾ അപ്പോസ്തലനായ പൗലോസ് അനുഭവിക്കാനിടയായി തീർന്നു. ഈ അനുഭവത്തിലാണ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തിമോഥെയോസിനോട് പറയുന്നത്, തിമോഥെയോസേ, ഞാൻ അനുഭവിച്ചത് യുവമാരുടെ ഇങ്ങനെ എന്ന് നിങ്ങൾ അവരുടെ വലിയപ്പന്മാരുടെ കഥകളൊക്കെ ചേർത്ത് പറഞ്ഞാൽ എന്ത് ചെയ്യും? രസമായിട്ട് കേട്ടിരിക്കും. എന്നാൽ സത്യസുവിശേഷം പറഞ്ഞാൽ എന്ത് ചെയ്തില്ല? അനങ്ങത്തില്ല, അനുസരിക്കത്തുമില്ല, വഴങ്ങത്തുമില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം,
നീ അതിൽ നിന്ന് എന്ത് ചെയ്യരുത്? വിട്ടുപോകരുത്, മാറരുത്. ഞാൻ നിന്നതായ ഉപദേശത്തിലും ദൈവം നമുക്ക് തന്ന വചനത്തിലും നീ അപ്പോസ്തലനായ തീമോഥെയോസേ നീ എന്ത് ചെയ്യരുത്? മാറരുത് എന്ന് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ എൻകറേജ് ചെയ്യാം. ഇങ്ങനെയുള്ള കിഴവി കഥകളെന്ന് പറയുന്നത് അവിടെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ജനറേഷൻ സ്റ്റോറീസ്. നമ്മുടെ വല്യപ്പച്ചന്റെ വല്യപ്പച്ചന്റെ വല്യപ്പച്ചൻ അഭിപ്രായപ്പെടില്ല നമ്മളത് അല്ലേ? അങ്ങനല്ലേ? ഞാനാരാ? ഇന്ന വല്യപ്പച്ചന്റെ കൊച്ചുമാൻ. ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഒരാൾ പറഞ്ഞു, എന്നോട് ഇൻട്രൊഡ്യൂസ് ചെയ്താ ഞാൻ ഇന്ന ആളുടെ കൊച്ചുമാനാണ്. അപ്പൊ മാറിക്കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞ വേറൊരാൾ പറഞ്ഞ, പാസ്റ്ററെ ആ വല്യപ്പച്ചൻ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, ഭക്തിയോടുകൂടെ ജീവിച്ചൊരു ദൈവമല്ല. 10 പൈസ ദൈവത്തിന് കൊടുക്കുകയോ ദൈവത്തിന്റെ ദാസന്മാരെയോ വിശ്വാസികളെയോ ആദരിക്കാത്ത മനുഷ്യനായി കൊച്ചുമാൻ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? കിഴവിക്കഥ കൊണ്ട് ജീവിക്കുക. രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വല്യപ്പച്ചന്മാരൊക്കെ ചെയ്തത് അവര് വാങ്ങിക്കട്ടെ. എന്നാൽ ഇന്ന് രാവിലെ സമയം നിങ്ങൾ വാങ്ങിക്കുവാൻ തക്കവണ്ണം, നിങ്ങൾ ഭക്തന്മാരായി ജീവിക്കുവാൻ തക്കവണ്ണം, what are you doing for that? നിങ്ങൾ എന്ത് ചെയ്യുന്നു? That is very important for a Christian life. Hallelujah. രാവിലെ സമയം ദൈവത്തിന്റെ വയലെ നിങ്ങളുടെ വല്യപ്പച്ചന്മാരൊക്കെ ചെയ്തതും കൊടുത്തതുമൊക്കെ അവർ വാങ്ങിക്കട്ടെ. നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ. എന്നാൽ നിങ്ങൾ വാങ്ങിക്കുവാൻ തക്കവണ്ണം ഈ തലമുറയിൽ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ വിളിക്കപ്പെട്ടത് നിങ്ങളുടെ വല്യപ്പച്ചനെ അല്ല, നിങ്ങളെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, you are the only one available for this season. ഹല്ലേലൂയ. ഈ സീസണിൽ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. ഭക്തിയോടുകൂടെ ജീവിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ച് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങളല്ലാതെ മറ്റാരും ഇല്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ദിവസം എഴുതുന്നറിയാമോ? എന്താ? ദൈവഭക്തിക്ക് അവര് ഭക്തിവിരുദ്ധമായ കിഴവി കഥകളെ ഒഴിച്ച്, അപ്പൊ തീമോഥെയോസേ അവരിതൊക്കെയാ താല്പര്യപ്പെടുന്നത്. നീ എന്ത് ചെയ്യരുത്? അതൊക്കെ വിട്, പഴയ കഥകളൊക്കെ വിട്ടേച്ച് ഇന്ന് ജീവിക്കുന്നവരോട് പറ, ഇന്ന് നിങ്ങൾ ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ, നിങ്ങൾ സ്വർഗത്തിൽ പോകത്തുള്ളൂ. സ്വർഗം നിങ്ങളുടേതാക്കി തീർക്കണമെങ്കിൽ നിങ്ങൾ ഭക്തന്മാരായി തീരണം. നിങ്ങളുടെ വല്യപ്പച്ചൻ ഭക്തനായതുകൊണ്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാവിലെ സമയം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ കുറിച്ച് ദൈവം ആലോചിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ഇതാണ്. നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, സഭയിൽ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഭക്തന്മാരായി ഇന്ന് ജീവിക്കുവാൻ തക്കവണ്ണം നിങ്ങളെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. That is only you. Hallelujah. ദൈവം നിങ്ങളെ അല്ലാതെ മറ്റു ആരെയും കണ്ടിട്ടില്ല. എന്നിട്ട് പറയുകയാണ് എന്ത്? ശരീരാഭ്യാസം അല്പപ്രയോജനം എന്ന് പറഞ്ഞാൽ ഗ്രീക്സിനും റോമൻസിനും ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യമാണ് സ്പോർട്സ്. അവർ വിവിധതരമായ സ്പോർട്സ് പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുന്നവരാ. അവർ ആഹാരം കഴിഞ്ഞാൽ അടുത്ത് ആഹാരത്തോടുള്ള കൂടെ ഒരുമിച്ചും വളരെ തൽപരരാണ് സ്പോർട്സിൽ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ എഴുതുമ്പോൾ പറയുമ്പോൾ അവരോട് കണക്ട് ചെയ്തിട്ട് പറയുക എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു സ്പോർട്സിൽ പങ്കുചേരുവാൻ നിങ്ങൾ താല്പര്യപ്പെട്ടാൽ, നിങ്ങൾ റണ്ണിങ്ങിൽ നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ നിങ്ങൾ പങ്കുചേരുവാൻ താല്പര്യപ്പെട്ടാൽ, ഫുട്ബോളിൽ നിങ്ങൾ താല്പര്യപ്പെട്ട് അതിൽ പങ്കുചേരുവാൻ താല്പര്യപ്പെട്ടാൽ, ഒരു ദിവസം നിങ്ങളുടെ വീട്ടിൽ എഴുന്നേറ്റ് വന്ന് ആ ഫുട്ബോൾ ടീമിലേക്ക് കയറി ചെന്നിട്ട് ഞാൻ കളിക്കാമെന്ന് പറഞ്ഞ് കയറാൻ നിങ്ങൾക്ക് എന്ത് ഒക്കത്തില്ല, എന്ത് സാധിക്കത്തില്ല. നിങ്ങൾ മാസങ്ങൾ, വർഷങ്ങൾ, ദിവസം തോറും ഇതെന്ത് ചെയ്യണം? ഫുട്ബോളുകൾ പ്രാക്ടീസ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. റണ്ണിങ് പ്രാക്ടീസ് ചെയ്യണം. ഇത് റണ്ണിങ് പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയും ഫുട്ബോൾ കളി പ്രാക്ടീസ് ചെയ്യുന്നത് പോലെയും ഹല്ലേലൂയ അങ്ങനെ ചെയ്യുന്നവനാണ് ഹല്ലേലൂയ എന്ത് ചെയ്തത്? അതിൽ മിടുക്കനാണ് ഒരു ദിവസം ജയം പ്രാപിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ എഴുതുമ്പോൾ അവിടെ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ശരീരാഭ്യാസം എന്താണ്? നല്ലതാണ്. എന്തിന്? ഈ ലോകത്തിലുള്ളതായ പല കളികളും റോമൻസേ, ഹല്ലേലൂയ ഗ്രീക്കുകാരെ, നിങ്ങൾക്ക് ജയിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഈ ലോകത്തില് ശരീരാഭ്യാസം നടത്തിയെങ്കിൽ
മാത്രമേ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. എങ്കിൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവമക്കളോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എപ്രകാരം ഒരു കളിക്കാരൻ ജയിക്കുവാൻ വേണം സകല പ്രയത്നവും എടുത്ത് അവൻ പ്രാക്ടീസ് ചെയ്യുന്നുവോ, അപ്രകാരം ഓരോ ദിവസവും നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് അനുഭവിക്കുന്നതാണ് എന്ത്? കളിയിൽ ജയിക്കണമെങ്കിൽ ശരീരാഭ്യാസം ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ പോർക്കളത്തിൽ ജയിക്കണമെങ്കിൽ ഈ ക്രിസ്തുവിന്റെ വചനത്തിലുള്ളതായ ചില എക്സസൈസ് എന്ത് ചെയ്യണം? ആവശ്യമാണ്. എന്നിട്ട് പറഞ്ഞു, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ. ഗ്രീക്കുകാരാ, ഗ്രീക്സേ, റോമൻസേ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഈ കളികളെല്ലാം ഈ ലോകത്തിൽ കളിച്ച് നിങ്ങൾ ജയിച്ച് ഈ ലോകത്തിൽ അവസാനിക്കുമ്പോൾ ഈ ആത്മീക അഭ്യാസം, ഭക്തിയുടെ അഭ്യാസം രണ്ട് പ്രയോജനമാണ് ചെയ്യുന്നത്. എന്ത്? എവിടൊക്കെയാ? അത് ഈ ലോകത്തിലും ഒരുപാടുള്ളിടത്തിലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുക. കളിപ്പീരുപറ്റല്ലേ, കളിപ്പീരുപറ്റല്ലേ, നഷ്ടപ്പെട്ടു പോകരുത്, വൃഥാ സമയം വേസ്റ്റ് ചെയ്യരുത്. ഇന്ന് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് രണ്ടിടത്തും പ്രയോജനമുള്ളതാ. അത് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും പ്രയോജനമുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ ദിവസവും ഈ വചനം അവസാനം പറയുക, നിങ്ങൾക്ക് എങ്ങനെ ഹൗ ടു ബി എ ഗോഡ്ലി മാൻ. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ 5-ാം വാക്യം, ദൈവവചനത്തിലും പ്രാർത്ഥനയിലും വിശുദ്ധീകരണത്തിലുമല്ലോ നിനക്ക് നേടുവാൻ കഴിയുന്നത്. അവിടെ തന്നെ എഴുതിയേക്കുന്ന നിനക്ക് നേടാൻ കഴിയാത്തതൊന്നുമില്ല. ഒരു കളിക്കാരൻ അവന് ഉദ്ദേശം വെച്ചുകൊണ്ട് താല്പര്യത്തോടുകൂടെ ഹല്ലേലൂയയും സ്തോത്രവും വെളിയിൽ പറയുന്നതിന് അപ്പുറമായി ഹൃദയത്തിനകത്ത് ഹല്ലേലൂയയും സ്തോത്രത്തിന്റെയും ശക്തി ഇറങ്ങി അത് നിന്റെ ജീവിതത്തിലെ തീരുമാനങ്ങളായി മാറുവാനാണ് ഈ കോൺഫറൻസിൽ നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എപ്രകാരമാണ് ജയിക്കുവാൻ കഴിയുന്നത്? വചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ഒരു മനുഷ്യന് ദൈവം നേടണമെങ്കിലോ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത, ശിഷ്യന്മാരെ, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും പ്രാർത്ഥനയില്ലാതെ എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, ഒന്നും നേടാൻ കഴിയത്തില്ല. ലോകത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, എന്നാൽ ഇത് വചനത്തിൽ എഴുതിയിരിക്കുന്നതും വചനവും അല്ലാതെ ഇതിനപ്പുറം വേറെ ഒന്നും നിങ്ങൾക്കില്ല. അപ്പോൾ വചനത്തിന്റെ ഇമ്പോർട്ടൻസി, പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസി, പിന്നെ എന്താണ്? വിശുദ്ധിയോടുകൂടെ ജീവിക്കുക. നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുക. അവിടെയാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത്. വിശുദ്ധിയില്ല ജീവിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് പറയുവാൻ, കണ്ടുപിടിക്കുവാൻ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, that responsibility is not given to you. നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വം ദൈവം തന്നിട്ടില്ല. ആരൊക്കെയാണ് വിശുദ്ധന്മാര്, ആരൊക്കെയാണ് പ്രാർത്ഥിക്കുന്നവര്, ആരൊക്കെയാണ് ദൈവവചനം ധ്യാനിക്കുന്നവര്, ഇത് അന്വേഷിക്കാനുള്ള ചുമതല പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇത് എന്റെ സഭയാണ്, അതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. നിന്റെ സഭയല്ല കേട്ടോ, ഇത് ദൈവത്തിന്റെ സഭയാണ്. അതുകൊണ്ട് നമുക്ക് മറ്റൊരാളെ ഉത്തരവാദിത്വം നോക്കേണ്ട ചുമതല അല്ല ഇന്ന് രാവിലെ സമയം കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിനകത്ത് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്താണ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങൾ ദൈവവചനം അനുസരിക്കുന്നവരാണോ? നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണോ? ഇത് നോക്കേണ്ട ഉത്തരവാദിത്വം എന്റെ പകൽക്കാലം ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് രാവിലെ സമയം ദൈവം നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്,
ആ വിശുദ്ധിയുടെയും വേർപാടിന്റെയും ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവവചനത്തിന്റെയും ഹല്ലേലൂയ പ്രാർത്ഥനയുടെയും ശക്തിയിൽ മാത്രമേ ഒരു ദൈവ പൈതലായി വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവ പൈതലായിട്ട് ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്ന് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ എല്ലാ പരാജയവും വിജയവും കണ്ടിട്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് പിതാവിനെ നോക്കിക്കൊണ്ട് താൻ കടന്നു പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൽ ഇപ്രകാരമാണ് പറയുന്നത്. 17-ാം വാക്യത്തിൽ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കും ഈ വചനം തടയപ്പെട്ടിട്ടില്ല. ഈ വചനത്തെ അനുസരിച്ച് വചനത്തെ ജീവിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് വചനം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽവരി ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശു ക്രിസ്തു പറയുന്നു, പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. Word of God is open to you all this morning. പലപ്പോഴും ഈ ദൈവത്തിന്റെ സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. വചനം നമ്മുടെ ഉള്ളിൽ ചെന്നിട്ടില്ല. ആരാധനയ്ക്ക് വരുന്നു, മീറ്റിങ്ങുകൾക്ക് കൂടുന്നു, സഭയിലെ മെമ്പറാണ്, അതിനപ്പുറം ഈ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്തിട്ടില്ല എന്നുള്ള പരാജയം ഈ ദിവസങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് വചനത്തെ വായിച്ച് വചനത്തിൽ നിൽക്കുന്നവനെ ദൈവം നോക്കി ആദരിക്കുന്നു. പുത്രനായ ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്തിൽ നിന്ന് വടുതിനെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ, പിതാവേ, നീ തന്ന വചനം ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്നു. 9-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 9-ാം വാക്യം, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആംപ്ലിഫൈഡ് വേർഷനിൽ പ്രാർത്ഥിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്, അപേക്ഷിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നു. പുത്രനായ ക്രിസ്തു പിതാവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, പിതാവേ, ഇവരാരും നശിച്ചു പോകുവാൻ എനിക്ക് താല്പര്യമില്ല. നിന്റെ വചനത്തെ അറിഞ്ഞിട്ട് നിന്റെ വചനത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാവിലെ സമയം തീരുമാനമെടുക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ രാവിലെ സമയം ദൈവത്തിന് വേണ്ടി, നിന്റെ വചനത്തിന് വേണ്ടി എന്റെ പിതാക്കന്മാർ നിന്നതുപോലെ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ കണ്ടതുപോലെ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ വായിച്ചതുപോലെ, കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഗ്രഹിച്ചതുപോലെ, പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതുപോലെ, ഈ ദിവസങ്ങളിൽ പിതാവേ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ സമയം ഒരു ചെറിയ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരു രൂപാന്തരം വരുത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ, ബി ഹല്ലേലൂയ, ടേൺ അബൌട്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 19-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അവരും സാക്ഷ്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിച്ചു. ഓ ഹല്ലേലൂയ. എന്നെ തന്നെ ഞാൻ അവർക്ക് വേണ്ടി വിശുദ്ധീകരിച്ചിട്ട് പക്ഷപാതം ചെയ്യുന്ന കർത്താവ് നിന്നെ നോക്കിക്കൊണ്ട് നിന്നെ വിശുദ്ധിയിൽ അവർ എൻജോയ് ചെയ്യുക. ഈസ് എൻജോയിങ് ഇൻ യുവർ വിശുദ്ധി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവപൈതലായി ജീവിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയും ദൈവവചനവും വിശുദ്ധീകരണവും ആവശ്യമാണ്. അപ്രകാരം നല്ലാത്ത ആർക്കും വിശുദ്ധരായി ലോകത്തിൽ ജീവിക്കുവാൻ കഴിയില്ല. ഈ രാവിലെ സമയം ദൈവത്തിന്റെ വചനം തുടർന്ന് നാം കേൾക്കുവാൻ പോവുകയാണ്. നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് അല്പസമയം നമുക്കൊരു തീരുമാനമെടുക്കുവാൻ കഴിയുമോ? കർത്താവേ, കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഞാൻ നിന്റെ മകളായി മകനായി തീർന്നത് ഒരു കോൺഫറൻസിന് കടന്നു വന്ന് ഒരു ഫെലോഷിപ്പ് കൂടി കടന്നു പോകുവാനല്ല, എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടുകൂടെ നിനക്ക് വേണ്ടി ദിവസവും നിന്റെ വചനത്തെ അഭ്യാസം ചെയ്തുകൊണ്ട്, എക്സസൈസ് ചെയ്തുകൊണ്ട്, അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, ആഴമായിട്ട് ഹൃദയത്തിൽ പതിച്ചുകൊണ്ട് ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ലോകം എങ്ങനെയുമായി തീരട്ടെ, അത് ഉൽപ്പത്തി മുതൽ ഈ ലോകം നിനക്ക് ശാശ്വതമല്ല. പ്രൈസ് ദി ലോർഡ്. ലോകം ശാശ്വതമല്ല. That's not your hallelujah criteria. That's not your problem. That's not your hallelujah matter. Your matter is yourself. Hallelujah.
നിങ്ങളാണ് നിങ്ങൾക്ക് കാരണമായി തീരുന്നത്. അതുകൊണ്ട് ഇന്നലെ വരെ നടന്നതായ നടപ്പ്, നിങ്ങൾ നടക്കുന്നതായ നടപ്പിൽ നിന്ന് ഈ രാവിലെ സമയം ഞാൻ ആഗ്രഹിക്കുന്നത്, സ്റ്റാൻഡ് ഇൻ എ പ്ലേസ് ആൻഡ് അബൌട്ട് ടേൺ. തിരിച്ചു നടക്കുക. തിരിച്ചു നടന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഭക്തിയോടുകൂടെ ജീവിക്കുവാൻ രൂപാന്തരപ്പെടുമ്പോൾ ഈ ഭക്തിയിൽ മാത്രമേ രൂപാന്തരപ്പെടുത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് രൂപാന്തരം പ്രാപിക്കുന്നവർ ഭക്തിയോടുകൂടെ ലോകത്തിൽ ജീവിക്കുവാൻ there is lot of opportunity for you. പറയരുത് എനിക്ക് അവസരമില്ലെന്ന്. there is lot of opportunity for you. നിങ്ങൾ എടുക്കുന്ന തീരുമാനം അനുസരിച്ച് സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയം കർത്താവിന്റെ വചനത്തെ ഞങ്ങൾ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. ദാസന്മാരിലൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഒന്നിൽ ഞങ്ങൾ തീരുമാനമെടുത്ത് ഹല്ലേലൂയ ഞങ്ങൾ അബൌട്ട് ടേൺ ഫുൾ നിന്നുകൊണ്ട് കർത്താവേ ഞങ്ങൾ തിരിഞ്ഞ് അബൌട്ട് ടേൺ പറഞ്ഞുകൊണ്ട് നിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം, പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉറ്റു നിൽക്കുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയോടുകൂടെ വേർപിടിച്ച് നിൽക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ. അടിയനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. Praise the Lord. What a wonderful time we had. ദാസന്മാരെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സമയം 12:30 ആയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ ഇന്ത്യയിൽ നിന്ന് മുന്നോട്ട് കടന്നു പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് കടന്നു പോകാം. സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്വർഗപിതാവാം ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളൊക്കെ വിചാരിക്കുന്നു ഞങ്ങൾ ഭക്തരാണെന്ന്. കർത്താവേ, നിന്റെ സത്യവചനം ഞങ്ങളെ ഗ്രഹിപ്പിച്ചതിനായിട്ട് സ്തോത്രം. നിന്റെ അഭിഷിക്തന്മാരിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ കർത്താവേ അനുസരണമുള്ളവരായിരിക്കാൻ നീ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തി വിരുദ്ധമായ സകല തിന്മകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും മനോഭാവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ തരണം കർത്താവേ. ഞങ്ങൾക്കും ഞങ്ങളുടെ ജനത്തിനും മാനസാന്തരം വേണം കർത്താവേ. എനിക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമുണ്ട് കർത്താവേ. നീ ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം കർത്താവേ. ദൈവവചനത്തിലേക്ക് ഒരു മടങ്ങി വരവ് ഞങ്ങൾക്ക് തരണമേ കർത്താവേ. സത്യ ആരാധനയിലേക്ക് കർത്താവേ യഹോവയിലേക്ക് ഒരു മടങ്ങി വരവ് ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അഭിഷിക്തന്മാരെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ആഴമേറിയ ഒരു മാനസാന്തരം തന്ന് ഈ കൂട്ടായ്മ ഞങ്ങൾക്കൊരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് യേശുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പരിശുദ്ധ പിതാവേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നടത്തിപ്പും നാം ഏവരോട് കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.